Hi everyone. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്ന പേപ്പറാണ്. സോ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ CMA ഇൻ്റർ ക്വാളിഫൈ ചെയ്ത ഫൈനലിലേക്ക് പ്രിപ്പയർ ചെയ്ത് വരുന്നവരും അതുപോലെ തന്നെ ഇപ്പോൾ CMA ഫൈനലിൻ്റെ എക്സാം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്, അതിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഈ പേപ്പറിലൊരു ഇൻസൈറ്റ് ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സെഷൻ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ പേപ്പറിനെ പറ്റി പറയുകയാണെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഡിറ്റർ എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് ഇരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഏറ്റവും നമ്മളെ ആകർഷിപ്പിക്കുന്ന ഒരു പോയിന്റ് എപ്പോഴും സൈനിങ് പവർ എന്ന് പറയുന്ന ഒരു പോയിന്റ് ആയിരിക്കും. അപ്പോൾ ഒരു കോസ്റ്റ് അക്കൗണ്ടൻ്റെ സൈനിങ് പവർ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻറ്റിന് അയാളുടെ പവർ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ 148 എന്ന് പറയുന്ന സെക്ഷനെ ഇലാബറേറ്റ് ചെയ്ത് പല രീതിയിൽ പഠിക്കുന്ന ഒരു പേപ്പറാണ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. ആൻഡ് നമ്മളിപ്പോൾ ഇതിൻ്റെ സിലബസിൽ നോക്കുകയാണെങ്കിൽ പുതിയ 2022 സിലബസിനും 2016 സിലബസിനും രണ്ട് കൂട്ടർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് ഇന്നത്തെ ഒരു സെഷൻ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ജസ്റ്റ് ഒന്ന് ഈ ഒരു വെയിറ്റേജിൻ്റെ ഭാഗം ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ, സോ ലൈക്ക് യു ക്യാൻ സി ഒരു 50% മാർക്കും കോസ്റ്റ് ഓഡിറ്റ് എന്നുള്ളൊരു ഏരിയയിലാണ് പുതിയ സിലബസ് പ്രകാരം വരുന്നത്. സിമിലർലി മാനേജ്മെൻറ്റ് ഓഡിറ്റിലൊരു 25% വരുന്നുണ്ട്. ഇൻറ്റേർണൽ കൺട്രോൾ, ഇൻറ്റേർണൽ ഓഡിറ്റ്, ഓപ്പറേഷണൽ ഓഡിറ്റ് ആൻഡ് അതർ റിലേറ്റഡ് ഇഷ്യൂസ് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് ഒരു 15% മാർക്കും, ഫോറൻസിക് ഓഡിറ്റ് ആൻഡ് ആൻറ്റി മണി ലോണ്ടറിങ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഏരിയ ആണ്. മാർക്ക് വൈസ് നോക്കുമ്പോൾ ഇറ്റ് ഈസ് ലിറ്റിൽ ലെസ് ഇൻ യുവർ സബ്ജക്ട്. ഇൻ ബിറ്റ്വീൻ മൈസെൽഫ് ആം എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആൻഡ് എ ഫോറൻസിക് ഓഡിറ്റർ. സോ ഈ ഏരിയ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. സോ മൂവിങ് ഓൺ, ഇനിയിപ്പോൾ 2016 സിലബസിലേക്ക് നോക്കുമ്പോൾ യു വുഡ് നോ ഈ ഒരു ഏരിയ മെനി ഓഫ് യു വുഡ് ഓൾറെഡി നോ. കോസ്റ്റ് ഓഡിറ്റ് എന്നുള്ള സെഗ്മെൻ്റ് ഉണ്ട്, മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നൊരു സെഗ്മെൻ്റ് ഉണ്ട്, കേസ് സ്റ്റഡി ആൻഡ് ലാസ്റ്റ് കേസ് സ്റ്റഡി ഓൺ പെർഫോമൻസ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. സോ ഓവറോൾ ഈ ഒരു എക്സാമിന് യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് മേജറായിട്ട് ഞാൻ ഇന്നത്തെ സെഗ്മെൻറ്റിൽ കവർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് ഈ ഒരു പേപ്പറിലുള്ള ഇൻസൈറ്റ്സും മറ്റു കാര്യങ്ങളും സംസാരിക്കാം. ആൻഡ് ഓൾസോ സിൻസ് ദ ഓഡിയൻസ് ആർ CMA ഫൈനൽ സ്റ്റുഡൻസ്, I would know class would be you would be expecting in that level of quality. Hope I will be able to deliver it. Fine. So നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്നത്തെ ഒരു ഏരിയയിൽ ഫസ്റ്റ് ബിഗിനിങ്ങിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ സെഗ്മെൻറ്റ്. ആൻഡ് ഓൾസോ കമ്മിങ് ബാക്ക് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. റീസെൻ്റ്ലി ഇൻസ്റ്റിറ്റ്യൂട്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇറക്കിയപ്പോൾ അവരെടുത്തിരിക്കുന്ന ഒരു സ്റ്റാൻഡ് ഐ വുഡ് ഷോ യു ദാറ്റ് 15x2 MCQ ആൻഡ് ദാറ്റ് ഈസ് 30 മാർക്സ് ഫോർ യു, ആൻഡ് 14 മാർക്സിൻ്റെ 5 ക്വസ്റ്റ്യൻസ്, ആക്ച്വലി 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, and you can select 5, so that would be 70 and total 100. ഈ ഒരു ഏരിയ അതിലിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 14 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കില്ല അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ മോഡൽ അവർ 7 എന്നൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഇറ്റ് ക്യാൻ ബി ലൈക്ക് 8, 6, ഇറ്റ് ക്യാൻ ബി 10 and 4, ഇറ്റ് ക്യാൻ ബി 7 and 7. സോ വാട്ട് എവർ മേ ബി, ഇതാണ് അതിൻ്റെ ഒരു ഏരിയ എന്നുള്ളത് മക്കൾ മനസ്സിലാക്കുന്നത് നന്നാവും. അതുകൂടാതെ MCQൻ്റെ ഒരു ക്വസ്റ്റ്യന് 2 മാർക്സ് വരിക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി ട്രിക്കി, റൈറ്റ്? കാരണം നമ്മളത് കറക്റ്റ് ആക്കുകയാണെങ്കിൽ യു ആർ ഗെറ്റിംഗ് ഫുൾ മാർക്ക്, ആൻഡ് ഇഫ് യു ആർ മേക്കിംഗ് ഇറ്റ് റോങ് കംപ്ലീറ്റ്ലി ലൈക്ക് ഇറ്റ്സ് മേക്ക് ഓർ ബ്രേക്ക് ആണ്. സോ അത് ഈവൺ ഇൻ്റർ ലെവലിലാണെങ്കിലും അവരങ്ങനെ ഒരു ഏരിയ അവരങ്ങനെ ചെയ്യുന്നുണ്ട്. സോ ഐ വുഡ് സേ പ്രിപ്പറേഷൻ സമയത്ത് കുറച്ചുകൂടെ നമ്മൾ MCQs കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിലേക്ക് പഠനത്തിനെ കൊണ്ടുപോകുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് MCQs എപ്പോഴും ഐ വുഡ് സേ ഇറ്റ്സ് ലൈക്ക് ഒരു MCQൻ്റെ പ്രിപ്പറേഷന്
എപ്പോഴും നമുക്ക് അറിയേണ്ടത്, ഇപ്പോൾ നമുക്ക് ഫുൾ നോളജ് ഇല്ലെങ്കിൽ പോലും MCQ കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇറ്റ്സ് ലൈക്ക് യൂസിങ് എലിമിനേഷൻ ടെക്നിക് ഓർ മെനി അതർ ടെക്നിക്സ് ലൈക്ക് MCQs കൂടുതൽ ചെയ്യുന്നോറും നമ്മൾ അതിൽ എക്സ്പേർട്ടായി മാറുന്ന പറയാം. മാക്സിമം MCQ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് CMAയുടെ സോഴ്സിൽ നിന്ന് ലഭിക്കും. ഇനി അതല്ല, പുറത്തുനിന്നാണെങ്കിലും പല രീതിയിൽ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണെങ്കിലും ക്ലാസ്സിൽ നിന്നാണെങ്കിലും ലഭിക്കുന്നതാണ്. അത് മാക്സിമം ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് ക്യാരിങ് വെരി ഇമ്പോർട്ടൻറ്റ് 30 മാർക്സ്, സോളിഡ് 30 മാർക്സ് ആണ്. സോ ദേ ആർ വെരി ഇമ്പോർട്ടൻറ്റ്. സോ മൂവിങ് ടു അവർ ക്വസ്റ്റ്യൻ. സോ ഇന്നത്തെ സെഗ്മെൻറ്റ്, സോ ഐ വുഡ് ലൈക്ക് ടു സേ ദാറ്റ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഡിറ്റിൽ ഞാൻ നോർമലി ക്ലാസ്സിൽ പറയുന്ന ഒരു വേറൊരു കാര്യം, ഇറ്റ്സ് എ CMA എന്ന് പറയും. കാരണം ഷോർട്ടാക്കിയാലും CMA എന്നാണ് വരിക. ആൻഡ് ഈ പേപ്പറിൽ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്റർ ലെവലിൽ നമ്മൾ ഓഡിറ്റ് പഠിച്ചപ്പോൾ നമ്മൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ കൂടെ ഓഡിറ്റാണ് പഠിച്ചത്. അവിടെ ഇപ്പോൾ 3 സെഗ്മെൻ്റ് ആയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ബേസിക് കോൺസെപ്റ്റിൻ്റെ ഒരു സെഗ്മെൻ്റ് ഉണ്ട്. പിന്നെ അതിലൊരു കമ്പനി ഓഡിറ്റ്, കോസ്റ്റ് ഓഡിറ്റ്, സെക്രട്ടറിയൽ ഓഡിറ്റ് എന്ന് പറയുന്നൊരു സെഗ്മെൻ്റ് ഉണ്ട്. ആൻഡ് ലാസ്റ്റ്ലി ഓഡിറ്റ് ഓഫ് സ്പെഷ്യൽ എൻറ്റിറ്റീസ് എന്നിട്ട് ഓഡിറ്റ് ഓഫ് ഹോസ്പിറ്റൽ, ഓഡിറ്റ് ഓഫ് ഹോട്ടൽസ്, അങ്ങനെ ഹോസ്പിറ്റാലിറ്റി എന്ന് പറയുന്നൊരു ഏരിയ, ഇൻക്ലൂഡിങ് ബാങ്ക്സ് ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ആ ഏരിയയിലെ കുറേ ഭാഗങ്ങൾ നമുക്ക് ഫൈനലിൽ പഠിക്കാനുള്ളതായിട്ട് നമുക്ക് സിലബസ് നോക്കിയാൽ മനസ്സിലാകും. അല്ലെങ്കിൽ നമ്മൾ ഇന്റർന് പഠിച്ചതിൻ്റെ കുറേ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നതെന്നുള്ളത് യു വുഡ് ഓൾറെഡി നോ. ഇനി ഈ ഒരു സെക്ഷൻ കേൾക്കുന്ന ജസ്റ്റ് ഇപ്പോൾ ഇൻ്റർവ്യൂ പാസ്സായ ചില മക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ ഇത് യൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അവർക്കൊരു ഐഡിയ കിട്ടാൻ കൂടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇല്ലാതെ എക്സാം അടുത്തിരിക്കുന്നവർക്ക് ഓൾറെഡി നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ അവർക്ക് എനിക്ക് പറയാനുള്ളത്, ഒന്ന്, നിങ്ങളൊരു നല്ലൊരു ഇൻസൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായാലും ചെയ്യണം. അതുകൂടാതെ പ്രീവിയസ് ഇയറിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, എങ്ങനെയാണ് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് അവർ ആൻസർ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ പ്രോപ്പറായിട്ടൊന്ന് ചെക്ക് ചെയ്യണം. ആൻഡ് ഓൾസോ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എനിക്കറിയാം പലരും ഇപ്പോൾ ട്രെയിനിങ് പീരീഡൊക്കെ കഴിഞ്ഞിട്ടും ചെറിയ വർക്കൊക്കെ ചെയ്യുന്നവരും ക്ലാസ് കേട്ടവരും, അതുകൊണ്ട് ലൈക്ക് ഇൻ്റർ പഠിക്കുന്ന ആ ഇൻറ്റൻസിറ്റിയിൽ ഞാൻ പഠിക്കുന്നില്ല എന്ന് കംപ്ലൈൻറ്റ് പറയുന്ന ചില ഫൈനൽ സ്റ്റുഡൻസ് ഉണ്ട്. അവർ പറയാറ്, ഇൻ്റർ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് മറ്റ് തോട്ട്സ് ഒന്നും ഉണ്ടായില്ല, ലൈക്ക് ഫൗണ്ടേഷൻ പാസ്സായി ഇൻ്റർ പഠിക്കുമ്പോൾ പഠിക്കുകയല്ലാതെ വേറെ തോട്ട് ഉണ്ടായില്ല. അതിനുശേഷം ഒരു ബ്രേക്കൊക്കെ എടുക്കുമ്പോൾ ഉള്ള ഒരു പ്രോബ്ലം പറയാറുണ്ട്. സോ ട്രൈ ടു ബിക്കം ലിറ്റിൽ മോർ കൺസിസ്റ്റൻറ്റ് ആൻഡ് ഓൾസോ വെൻ യു ആർ സ്റ്റഡിങ് ബി ലിറ്റിൽ മോർ സ്പെസിഫിക്. ആൻഡ് ആ സമയത്ത് നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. MCQസിന് നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ. ഓൾസോ ഞാൻ എപ്പോഴും പറയുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ഈസ് ക്രൂഷ്യൽ. സോ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസിലൂടെ നല്ല രീതിയിൽ നമുക്കറിയാം ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ ആൻഡ് ഫെയർ ആയിരിക്കണം. അപ്പോൾ ട്രൂ ആയ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും, ഫെയർ ആവാൻ വേണം പ്രസൻറ്റേഷൻ. അപ്പോൾ ഞാനിപ്പോൾ ഇന്നത്തെ ഏരിയയിൽ ഞാൻ ആദ്യം ഐ തോട്ട് ഓഫ് ലൈക്ക് ഡൂയിങ് ഓൺലി ദ മോഡൽ ക്വസ്റ്റ്യൻ, ബട്ട് ഐ തിങ്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആവാൻ വേണ്ടി ഞാൻ ചെയ്തൊരു ടാക്ടിക് എന്താണെന്ന് വെച്ചാൽ, പ്രീവിയസ് ഇയറിലുള്ള ലാസ്റ്റ് 2-3 അറ്റംപ്റ്റ്സ് ഉള്ള ക്വസ്റ്റ്യൻസ് റീസെൻ്റ്ലി CMA ഇൻസ്റ്റിറ്റ്യൂട്ട് റിലീസ് ചെയ്ത മോഡൽ ടെസ്റ്റ് പേപ്പർ, അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്ത ക്വസ്റ്റ്യൻസ് വിത്ത് ദ ഗൈഡൻസ് ഫ്രം അതർ എക്സ്പേർട്സ്, I have come up with few MCQs as well as few descriptive questions. And in descriptive questions I have made sure that we are doing 2 problems also. Economic value added ഒരു പ്രോബ്ലം, അതുപോലെ തന്നെ മാനുഫാക്ചറിംഗ് ഒരു പ്രോബ്ലം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ പ്രാക്ടിക്കൽ സിനാരിയോയിലുള്ള നമ്മളെ എത്തിക്സിലുള്ള ക്വസ്റ്റ്യൻസ് പോലെയുള്ളതും ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ള ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ വി ആർ going to practice 10 multiple choice questions. Okay, so you people can try to answer while listening the session. Also you can also എല്ലാ യൂട്യൂബ് ചാനലിലും പറയുന്ന പോലെ you can also comment. It's up to you. Ultimately the point is you should study this and you should pass this, and we are all here to help you out in whatever way possible and to guide you with other experiences we carry. Okay, so starting off, first question ഞാൻ വായിക്കുകയാണ്. As per the company's cost records audit rules 2014, every cost auditor who conducts an audit of the cost records of a company shall submit cost audit report along with his or its reservations or qualifications or observations or suggestions, if any, in which form? CRA1, CRA2, CRA3, CRA4. കോസ്റ്റ് ഓഡിറ്റ് പഠിച്ച എല്ലാ സ്റ്റുഡൻസിനും അറിയാം, ഈ 4 ഫോംസും വളരെ ഇമ്പോർട്ടൻ്റ്. ഈ 4 ഫോംസ് അറിയാതെ ഒരു കോസ്റ്റ് ഓഡിറ്റ് സ്റ്റുഡൻറ്റിന് അയാളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യാനും പറ്റത്തില്ല, എൻഡ് ചെയ്യാനും പറ്റത്തില്ല. ഈ 4 ഫോംസും വളരെ റിലവൻ്റ് ആണ്. ഇതിലേത് ചോദിച്ചാലും നമുക്ക് പറയാൻ വേണ്ടി പറ്റണം. ആൻഡ് ഓൾസോ ജസ്റ്റ് ഒരു
on a basic note, if I am telling you, actually, okay, just to add on ചെയ്യാണ്, നമ്മളുടെ കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓഡിറ്റിംഗ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1965-ലാണ്. 1965 ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആക്ച്വലി 44 ഇൻഡസ്ട്രീസിൽ മാത്രം കുറച്ചും കൂടി ഒരു ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടാണ് കോസ്റ്റ് ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീടാണ് ഇതൊരു കമ്പനി സ്പെസിഫിക് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് മാറുന്നത്. സോ ജസ്റ്റ് ഇഫ് യു ക്യാൻ ലുക്ക് അറ്റ് ദിസ് PPT. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്കൊരു ടൈം ലൈൻ തരികയാണ്. ടൈം ലൈൻ തരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ തന്നെ മേ ബി MCQs ഉണ്ടാകുമ്പോൾ ഈവൺ ഹിസ്റ്റോറിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലും മക്കളെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. സോ ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ്, അണ്ടർ കമ്പനീസ് ആക്ട് 1956 ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1965 ആക്ച്വലി. കോസ്റ്റ് അക്കൗണ്ടിങ്, റെക്കോർഡ്സ് ആൻഡ് കോസ്റ്റ് ഓഡിറ്റ് അതിൻ്റെ പാർട്ടായിരുന്നു. 1965 മുതൽ 2008 വരെ ഇത് 44 ഇൻഡസ്ട്രീസിന് മാത്രമുള്ള ഇൻഡസ്ട്രി സ്പെസിഫിക് ഇൻഡസ്ട്രി എന്നുള്ള രീതിയിലായിരുന്നു. ആൻഡ് ഓൾസോ ഇറ്റ് വാസ് മോർ ഓഫ് കമ്പനി ബേസ്ഡ്, ലൈക്ക് ഐ വുഡ് സേ ടാറ്റ ചെയ്യണമെന്ന് പറയും, അല്ലെങ്കിൽ ആദിത്യ സിമെൻറ്റ് ചെയ്യണമെന്ന് പറയും, അല്ലെങ്കിൽ അംബുജ സിമെൻറ്റ് ചെയ്യണമെന്ന് പറയും, അല്ലെങ്കിൽ കെലോക്സ് ചെയ്യണമെന്ന് പറയും. അങ്ങനെ ആയിരുന്നു. 2011 എന്താക്കി കുറേ കൂടുതൽ ഇൻഡസ്ട്രി ബേസ്ഡ് ആക്കി മാറ്റി. 2014 ഒരു ബ്രേക്ക് ത്രൂ ഇയർ എന്ന് പറയുന്നത്. ആ ബ്രേക്ക് ത്രൂ ഇയറിന് ശേഷം കൂടുതൽ റൂൾസും മറ്റു കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷമാണ് 140 ക്ലോസ് 1ഉം 140 ക്ലോസ് 2 അല്ലെങ്കിൽ 140 സബ്സെക്ഷൻ 1 സബ്സെക്ഷൻ 2 വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇഫ് യു ലുക്ക് അറ്റ് അവർ ക്വസ്റ്റ്യൻ യു ക്യാൻ സി 2014 റൂൾസ്, ബിക്കോസ് 2014 വളരെ ഇമ്പോർട്ടൻ്റ് ആയ രീതിയിൽ വളരെ ഈ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓഡിറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഡിറ്റിൽ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് ഗവൺമെൻറ് അത്രയും ഒരു റിയലൈസേഷൻ വരികയും അതിലൂടെ ഒരു ട്രമൻഡസ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഈ ഒരു ഏരിയയിൽ വരികയും ചെയ്യുന്നത് 2014. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് നോക്കിയാൽ മനസ്സിലാവും 2014 റൂൾസ് ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഐ വിൽ ഷോ യു വൺ തിങ്. ഓക്കെ, ദിസ് വൺ ലെറ്റ് മീ ചെക്ക്. സി, ഈ ഒരു ഫോം നിങ്ങൾ ആസ് കോസ്റ്റ് അക്കൗണ്ടിങ് ആസ്പിറൻസ് or കോസ്റ്റ് ഓഡിറ്റ് ആസ്പിറൻസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഡിറ്റ് സ്റ്റുഡൻസ് നിങ്ങൾ ഈ 4 ഫോംസ് പറഞ്ഞിരിക്കും. ഓക്കെ, CRA 1 എന്ന് പറയുന്നത് മെയിൻ്റനൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് ആണ്. CRA 2 എന്ന് പറയുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഡിറ്ററുടെ ഫോമാണ്. CRA 3 എന്ന് പറയുന്നത് കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഫോമാണ്. ആൻഡ് CRA 4 എന്ന് പറയുന്നത് XBRL ഫോർമാറ്റിൽ നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യുന്ന ഫോമാണ്. സോ ഇവിടെ നമ്മളുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ച നോക്കി, ആസ് പെർ ദ കമ്പനീസ് ആക്ട് കോസ്റ്റ് ഓഡിറ്റർ കോസ്റ്റ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്തതിനു ശേഷം കോസ്റ്റ് ഓഡിറ്റർ സബ്മിറ്റ് ചെയ്യുന്നു കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട്. അത് ഏതിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വളരെ സിമ്പിൾ അല്ലേ. ആൻഡ് ട്രസ്റ്റ് മീ, ദിസ് ഇസ് എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഗൈസ്, ആൻഡ് ഓൾസോ ഇറ്റ്സ് പാർട്ട് ഓഫ് MCQs. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മേ ബി ഇറ്റ്സ് ലൈക്ക് ഒറ്റ ക്വസ്റ്റ്യൻ ആണ്, യു ആർ ഗെറ്റിംഗ് 2 marks and 2 marks to count, right? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഐ തിങ്ക് യു ആർ അണ്ടർസ്റ്റാൻഡിങ്. ആൻഡ് ഓൾസോ ഞാനിവിടെ രണ്ടും കൂടെ കാണിക്കുമ്പോൾ യു വുഡ് ഒബ്വിയസ്ലി സീ ദ ആൻസേഴ്സ്, ബട്ട് ഇറ്റ്സ് ഓക്കെ. സോ മൂവിങ് ഓൺ, സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നോക്കുമ്പോൾ CAS 13 ഡീൽസ് വിത്ത്. ഇതിൽ നിങ്ങൾ CAS 13 കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഓൺ കോസ്റ്റ് ഓഫ് സർവീസ് കോസ്റ്റ് സെൻറ്റേഴ്സ്. സോ യു വുഡ് നോ ലൈക്ക് സ്റ്റാൻഡേർഡ്സ് നമുക്ക് കുറേ പഠിക്കാനുണ്ട്. മെനി സ്റ്റാൻഡേർഡ്സ് ആർ ദർ. സോ അതിലെ നെയിംസ് ബൈ ഹാർട്ട് ചെയ്യണമെന്നല്ല ഞാൻ പറയാറ്, നിങ്ങൾക്കത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നോക്കുന്ന രീതിയിൽ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുക. ലൈക്ക് നിങ്ങളുടെ റൂമിൽ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് പ്ലേസ് ചെയ്യുക. മേ ബി ലൈക്ക് ആഫ്റ്റർ ദ ക്ലാസ് ഐ ക്യാൻ ഷെയർ യുവർ PDF ഇൻ വിച്ച് യു വിൽ ഗെറ്റ് ഓൾ ദോസ് ഡീറ്റെയിൽസ്. ദെൻ കീപ്പ് ഇറ്റ് വിത്ത് യു. അതിപ്പോൾ നോക്കുക, ഇതിൽ ഏതെങ്കിലും ഒന്നൊക്കെ വരാം. അഗെയിൻ ദിസ് വാസ് ദർ ഇൻ ദ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. സോ ഇറ്റ് ഡീൽസ് വിത്ത് കോസ്റ്റ് ഓഫ് സർവീസ് കോസ്റ്റ് സെൻറ്റർ. യു വുഡ് ഓൾറെഡി നോ ദ ആൻസർ. നെക്സ്റ്റ് വൺ, which audit is generally defined as the audit of data or information depicting social performance of a business in contrast to its normal economic performance as measured in financial audit. അപ്പോൾ ഇതിലേതൊക്കെയുള്ളത് നോക്കി, സോഷ്യൽ ഓഡിറ്റ്, കോർപ്പറേറ്റ് സർവീസസ് ഓഡിറ്റ്, propriety audit and corporate development audit. So looking at the options itself, you would know this is social audit. And little more about social audit, I would say. Just I have added few points. Just on the area മക്കളൊന്ന് നോക്കുകയാണെങ്കിൽ, it is a way of measuring, understanding and reporting and ultimately improving an organization's social and ethical performance according to Manrega എന്ന് വിളിക്കുന്നവരുണ്ട്, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ
Employee Guarantee Act Social Audit Report of 2020, close to 3 lakh cases of financial misappropriation amounting to a total of 658 crore, combining audits of both 18 and 1920 were identified. 60% of these financial misappropriation cases pertain to issues on payment of persons who did not work under the scheme. It engages community participation and benefits disadvantaged people. So you understand how important this social audit is. അപ്പോൾ social audit എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നതിലൂടെ how you can make an impact about the with the help of audit in the society. നമ്മളൊരു ഓഡിറ്റ് ചെയ്യുമ്പോൾ ആ ഓഡിറ്റിലൂടെ നമ്മൾ എപ്പോഴും ശ്രമിക്കുന്നത് എവറി ടൈം നമുക്കൊരു ഫ്രോഡ് കണ്ടുപിടിക്കാം, അതിലൂടെ കുറേ പേരെ നമുക്കിതിൽ ഫ്രോഡ് ചെയ്ത ആളുകളെ ഫ്രോഡ്സ്റ്റേഴ്സ് ആയിട്ട് കണ്ടുപിടിക്കാം. അതൊക്കെ നമ്മളുടെ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ ജോബായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അൾട്ടിമേറ്റ്ലി നമുക്ക് ഈ ഒരു ഓഡിറ്റ് ചെയ്യുന്നത് സൊസൈറ്റിക്ക് എന്തൊക്കെ ബെനിഫിറ്റ് കൊടുക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നും ആസ് എൻ ഓഡിറ്റർ നമ്മൾ തിങ്ക് ചെയ്യണം ആൻഡ് നമ്മൾ വർക്ക് ചെയ്യണം. സോ അങ്ങനെയുള്ള ഒരു സെഗ്മെൻ്റാണ് ആക്ച്വലി സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. സോ സോഷ്യൽ ഓഡിറ്റിൽ നമ്മളുടെ ബിസിനസ് സെഗ്മെൻറ്റിലൂടെ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നതിലൂടെ യു ആർ ഗിവിങ് എ പോസിറ്റീവ് എനർജി ടുവേർഡ്സ് അവർ സോഷ്യൽ സർക്കിൾ. അപ്പോൾ സോഷ്യൽ ഓഡിറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇമ്പാക്ട് സ്റ്റഡീസ് നടത്താറുണ്ട്, എങ്ങനെയാണ് ഇത് പോസിറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യാന്നുള്ളത് നോക്കാറുണ്ട്. സോ സോഷ്യൽ ഓഡിറ്റ് ഈസ് ഓൾസോ ലൈക്ക് ദാറ്റ്. ആൻഡ് ഓൾസോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ സെസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ ആലോചിച്ച് നോക്കിയാൽ, ഇപ്പോൾ ഒരു തീരെ ഡെവലപ്മെൻറ്റ് ഇല്ല എന്ന് പറയപ്പെടുന്ന ഒരു ഏരിയയിൽ നമ്മൾ പുതിയൊരു കമ്പനി തുടങ്ങുമ്പോൾ ഗവൺമെൻറ് നമുക്ക് ഒത്തിരി ബെനിഫിറ്റ്സ് തരും. ആ ബെനിഫിറ്റ്സ് തരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആ ഏരിയയിൽ പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, നമ്മൾ പുതിയൊരു ബിൽഡിങ് തുടങ്ങുമ്പോൾ അവിടെ കുറേ ജോലികൾക്ക് ആവശ്യങ്ങൾ വരും. അതായത് അവിടെ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് ആളുകൾ വരും, അതുവഴി ഫുഡ് സെഗ്മെൻറ്റിൽ അല്ലെ ഹോട്ടൽ സെഗ്മെൻറ്റിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരും. ഇനി അവിടെയുള്ള ഓട്ടോ ടാക്സി ആളുകൾ വരും, അവിടുത്തെ കണക്ടിവിറ്റി കൂടും, ഫ്ലാറ്റ്സ് ഉണ്ടാകും. സോ ഇറ്റ്സ് ലൈക്ക് ഒരു ബിസിനസ് വരുമ്പോൾ എങ്ങനെയാണ് സോഷ്യലി അവിടെ പോസിറ്റീവ്ലി ഇമ്പാക്റ്റ് ഉണ്ടാവുക, എങ്ങനെയാണ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവുക, രണ്ടും അവിടെ എന്താണ് നമ്മൾ നോക്കാറുണ്ടെന്നാണ് പറയാം. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് വൺ ഈസ്, ദർ ആർ നോ ഫിക്സഡ് ഐറ്റംസ് ഓഫ് എവിഡൻസ് to be checked by management auditor. A management auditor has to rely on his experience and acumen, observations of internal and statutory auditors, physical verification sheet and data available from management. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് നമുക്ക് തോന്നാം. സോ ഇവിടെ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഇറ്റ്സ് ഓപ്ഷൻ എ, ഇറ്റ്സ് എക്സ്പീരിയൻസ് ആൻഡ് അക്യൂമെൻ. ആൻഡ് ടെൽ മീ, അക്യൂമെൻ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിങ്ങൾക്ക് എന്താണ് അറിയുന്നത്? അക്യൂമെൻ ജസ്റ്റ് സി, എബിലിറ്റി ടു മേക്ക് ഗുഡ് ജഡ്ജ്മെൻറ്റ്സ് ആൻഡ് ക്വിക്ക് ഡിസിഷൻ. അപ്പോൾ ഈ ഒരു എബിലിറ്റി ഇത് ഓഡിറ്റർക്ക് വേണ്ട ഒരു ക്വാളിറ്റിയാണ്. ഓഡിറ്റർക്ക് കുറേ ക്വാളിറ്റീസ് എക്സ്പെക്റ്റഡ് ആണ്. ഓഡിറ്ററുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കുറേ ക്വാളിറ്റി ഉണ്ട്. ഒബ്ജക്ടിവിറ്റി, ഇൻഡിപെൻഡൻസ്, കോമ്പീറ്റൻസ്, പ്രൊഫഷണലിസം, അതുപോലെ തന്നെ അക്യൂമെൻ എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ജഡ്ജ്മെൻറ്റ് എടുക്കണം. കാരണം പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റും പ്രൊഫഷണൽ സ്കെപ്റ്റിസിസവും ഓഡിറ്ററുടെ അടുത്ത് എന്താണ്? എക്സ്പെക്റ്റഡ് ആണ്. സോ ഈ ഒരു ഓപ്ഷനാണ് അവിടെ ഏറ്റവും സൂട്ടബിളായി നിൽക്കുക. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഓപ്ഷൻ, ഓപ്ഷൻ നമ്പർ എ. മൂവിങ് ഓൺ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, പെനാൽറ്റി പെയ്ഡ് ടു PF അതോറിറ്റീസ് ഈസ് ഇൻ എംപ്ലോയി കോസ്റ്റ്. ഇൻക്ലൂഡ് ചെയ്യോ എക്സ്ക്ലൂഡ് ചെയ്യോ, ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ കേസസ് മാറുമോ, പാർട്ട്ലി ഇൻക്ലൂഡ് ചെയ്യും? ഇതൊരിക്കലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം പെനാൽറ്റി എന്ന് പറയുന്നത് നമ്മൾ എംപ്ലോയീസിന് കൊടുത്ത ഒരു ബെനിഫിറ്റ് ഒന്നും അല്ലല്ലോ. നമ്മൾ ആ ടൈമിങ്ങിൽ പേയ്മെൻറ്റ് നടത്താത്തത് കൊണ്ട് നമുക്കൊരു പെനാൽറ്റി വന്നു. അതൊരിക്കലും എന്തിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റില്ല? എംപ്ലോയി കോസ്റ്റിന് കൂടെ ആഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഐ എം നോട്ട് ഡിസ്ക്ലോസിങ് ദ നെയിം ഓഫ് ദ ക്ലയൻറ്റ്, ബട്ട് ഡ്യൂറിങ് വൺ ഓഫ് മൈ ഓഡിറ്റ് എക്സ്പീരിയൻസ് ഇൻ ബാംഗ്ലൂർ, ഒരു ക്ലയൻറ്റിന് ദേ ഹാവ് പെയ്ഡ് PF, ബട്ട് PFൻ്റെ പേയ്മെൻറ്റ് ഡിലേ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇൻകം ടാക്സ് ഓഫീസർ, അസസിങ് ഓഫീസർ ആ എക്സ്പെൻസ് ഡിസലവ് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ആ എക്സ്പെൻസ് ഡിസലവ് ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇന്നലെ അരവിന്ദ് സാർ ടാക്സിൻ്റെ ടൈറ്റൻസ് ക്ലാസ്സൊക്കെ എടുത്തതെന്നാണ്. അല്ലാതെ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ടാക്സ് കാര്യങ്ങൾ അറിയാവുന്നതുമാണ്. എക്സ്പെൻസ് ഡിസലവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ എക്സ്പെൻസ് ആഡ് ഓൺ ആവൂലേ, അതുവഴി കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരും അല്ലേ? ആൻഡ് വി ഹാഡ് ടു go and meet the assessing officer and convince him that
Yes, we have made a little delay, but we have paid the interest and at last it got solved. So the point is, ആ പെനാൾട്ടി ഒരിക്കലും എന്തിൻ്റെ കോസ്റ്റ് അല്ല, എംപ്ലോയി കോസ്റ്റിൻ്റെ ഭാഗമല്ലെന്ന് മനസ്സിലാക്കുക. ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വൺ അഗെയിൻ CAS11 ഡീൽസ് വിത്ത്. ഇതറിയോ? അപ്പോൾ ഇവിടെ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഈ CASൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ ഇറ്റ്സ് ഈസിയർ ഫോർ ലൈക്ക് ഇറ്റ് ഇസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ആണ്, ഫാക്ടറി ഓവർ ഹെഡ് ഉണ്ട്, സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ഉണ്ട്, financial cost ഉണ്ട്. Those who know that about CAS11, they would easily understand that it is administrative overhead. Okay, moving on to the next question. The form in which cost records shall be maintained. So it has become a little bit easier. ഞാൻ നേരത്തെ CRA1 ഉം CRA2 CRA3 CRA4 ഉം ഒക്കെ കാണിച്ചതാണ്. So CRA1 obviously it's an easy answer, CRA1. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അപ്ലിക്കബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്ലിക്കബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്കൊന്ന് അപ്ലിക്കബിലിറ്റിയെ പറ്റി ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ പ്രിപ്പയർ ചെയ്തൊരു അപ്ലിക്കബിലിറ്റി ആണ്. യു വുഡ് ഓൾറെഡി നോ അബൌട്ട് ദ അപ്ലിക്കബിലിറ്റി. റെഗുലേറ്ററി ഉണ്ട്, നോൺ റെഗുലേറ്ററി ഉണ്ട്. അതിൽ മെയിൻ്റനൻസ് ഓഫ് കോസ്റ്റ് ആൻഡ് റെക്കോർഡ്സ് എന്ന് പറയുന്നത് 35 crore മുകളിലേക്ക് ക്രോസ് ടേൺ ഓവർ പോകുമ്പോഴാണ്. സിമിലർലി നോൺ റെഗുലേറ്ററി ആണെങ്കിലും സെയിം 35 crore തന്നെയാണ്. സിമിലർലി കോസ്റ്റ് ഓഡിറ്റ് ആണെങ്കിൽ ഗ്രോസ് ടേൺ ഓവർ ഓഫ് കമ്പനീസ് കവറിംഗ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസ് 50 crore or more ആൻഡ് ടേൺ ഓവർ ഓഫ് ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റ് 25 crore. സിമിലർലി നോൺ റെഗുലേറ്ററിയിലേക്ക് മാറുമ്പോൾ 100 CR ആണ്, ഇൻഡിവിജ്വൽ 35 CR ആണ്. റെഗുലേറ്റഡ് സെക്ടേഴ്സിലെ എക്സാമ്പിൾ ആയിട്ട് ഫാർമസി, ജനറേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, then petroleum industry, fertilizers and alcohol. Next, non-regulated sector and a few examples: tea, coffee, rubber, paper, etc. So now from this table you can easily come to the answer, that is applicability area 50 crore or more in area, because they have asked about annual turnover with respect to cost audit. They have not asked about cost accounting records, and it will be different. Next one, payment system as defined under Prevention of Money Laundering Act 2002 does include system enabling credit card operations, debit card operations, and smart card operations, money transfer operation. So its answer is all of the above. And with respect to money laundering act, actually I told you it is a very interesting area actually. So it's basically just on another glimpse area. So okay, now look at this one. So this anti-money laundering. ലോണ്ടറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാഷ് ചെയ്യുക. അപ്പോൾ വാഷ് ചെയ്യുക എന്ന് പറയുമ്പോൾ ബേസിക്കായിട്ട് ഈ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള മണീനെ നമ്മൾ ക്ലീൻ ചെയ്യുന്നു. ക്ലീൻ ചെയ്തിട്ട് എന്താക്കുക, വൈറ്റ് മണി ആക്കി മാറ്റുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോണ്ടറിങ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് കോൾഡ് ഡേർട്ടി മണി. So hiding of money, earning through criminal activities at such places where they will appear from legitimate source. അപ്പോൾ മണി ലോണ്ടറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ബ്ലാക്ക് മണിയാണ്. ആ ബ്ലാക്ക് മണീനെ നിങ്ങൾ വൈറ്റ് മണി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ബ്ലാക്ക് മണീനെ വൈറ്റ് മണി ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ബേസിക്കലി നിങ്ങൾ ആ സോഴ്സ് ഇല്ലാത്തൊരു ഇൻകത്തിനെ സോഴ്സിലൊരു ഇൻകാക്കി മാറ്റണം. ഇതിന് മൾട്ടിപ്പിൾ മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് ഒക്കെ നമ്മൾ പഠിക്കും. ഒരിക്കലും നമ്മളത് ചെയ്യാൻ വേണ്ടി പഠിക്കുന്നതല്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാനും നമ്മുടെ വിസിൽ ബ്ലോയിങ്ങിനും വേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. സേ ഫോർ എക്സാമ്പിൾ, ഒരു ഇന്ത്യയിലുള്ള ഒരാൾ, അയാളുടെ അടുത്ത് കുറേ ബ്ലാക്ക് മണി ഉണ്ട്. സോ ഹീസ് ഗോയിങ് ഔട്ട് സൈഡ് അനദർ ടാക്സ് ഹെവനുള്ള ഒരു രാജ്യത്ത് പോയിട്ട് അവിടെ ഒരു കമ്പനി ഇൻകോപ്പറേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെയുള്ള ഫണ്ട് അവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടുന്ന് എന്തെങ്കിലും സർവീസ് കിട്ടിയതാണെന്ന് കാണിക്കുന്നു. സോ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ദേ ക്യാൻ കൺവേർട്ട് ചെയ്യുന്നത്. കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്, നോട്ട് ഈസി, ഫോർ വിച്ച് ദേ ആർ യൂസിങ് മെനി ഇല്ലീഗൽ മെത്തേഡ്സ്. And like maybe they will convert it into another foreign currency and they will layer it and integrate into the financial system. Maybe they can collect different money from different sources of people. Maybe 50 ആളുകളെടുത്ത് നമ്മളൊരു പൈസ മേടിക്കുന്നു ഫ്രം എബ്രോഡ് ആൻഡ് ഇവിടെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. സോ ഇങ്ങനെയൊക്കെ പല രീതിയിൽ മണി ലോണ്ടറിങ് നടക്കും. അതിനിവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പോലുള്ള ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ പ്രൊഫഷണൽസ് ലൈക്ക് us should work in a വെരി എത്തിക്കൽ മാനർ. ബിക്കോസ് നമ്മളെടുത്താണ് ഇവർ വന്നിട്ട് സാറേ കുറേ ബ്ലാക്ക് മണി ഉണ്ടെന്ന് വൈറ്റ് മണി ആക്കി തരുമോ, ദെൻ യു ഷുഡ് ബി ഇൻ എ പൊസിഷൻ ടു സേ നോ, യു ഷുഡ് നോട്ട് ഡു ദാറ്റ്. ഓൾസോ കൺവിൻസ് ദം ആൻഡ് ഓൾസോ ടെൽ ദം ദാറ്റ് ഇങ്ങനെ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഫൈനൊക്കെ വരും. സോ യു ഷുഡ് ബി ടാക്സ് പേയിങ് സിറ്റിസൺ, പ്രോപ്പർലി ടാക്സ് പേ ചെയ്തിട്ട് നിങ്ങൾക്ക് ഹൈ സാലറി ഒക്കെ എടുത്താൽ യു ഡിഡക്ട് ദ TDS ആൻഡ് ദെൻ വർക്ക് പ്രോപ്പർലി സോ ദാറ്റ് യു ക്യാൻ ആരാംസെ സ്ലീപ്പ്. ദ തിങ് ഈസ് നിങ്ങൾക്ക് കുറേ പണമുണ്ട്, പക്ഷേ യു ആർ നോട്ട് ഏബിൾ ടു എൻജോയ് ലൈഫ് മീൻസ് ദർ ഈസ് നോ പോയിന്റ്. സോ ഇതിൽ ആൻറ്റി മണി ലോണ്ടറിങ് ആക്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ. സോ എനിവേ അതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ആൻഡ് വി ഹാവ് സീൻ ദാറ്റ് ആൻസർ ഈസ് all of the above. And coming to last one, last MCQ,
CAG has the right to direct how companies' accounts shall be audited by auditor and to give such auditor instruction regard to any matter regarding performance of his functions as above. CAG, Comptroller and Auditor General of India, he is the supreme audit authority in India. അവർക്ക് ഇന്ത്യയുടെ ഓഡിറ്റ് അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്റ്റേറ്റിലെ ഓഡിറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് കമ്പനി 51% കൂടുതൽ സ്റ്റേക്കുള്ള കമ്പനീസിന്റെ ഓഡിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ്. സിമിലർലി സിവിൽ സർവീസ് എക്സാം പോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതിയിട്ട് IAAS ഇന്ത്യൻ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റ് സർവീസ് പോലെയുള്ള okay, just I was waiting. Yeah, Achu was asking a question. Yeah, obviously I will be giving you such type of classes. Okay, you can contact and they will let you know which type of classes they are providing. Obviously classes will now. Okay, coming back. Section CAG എന്ന് പറയുമ്പോൾ സുപ്രീം ഓഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്ത്യയുടെ. ഇവിടെ CAG ആയിട്ട് നോർമലി ഇപ്പോൾ IAAS ക്വാളിഫൈ ചെയ്ത ആളാവാം, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഏതെങ്കിലും സിവിൽ സർവൻ്റ് ഒക്കെ ആയിരിക്കാം ഹെഡായിട്ട് ഉണ്ടാവുക. CAGയുടെ പവർ എന്ന് പറയുമ്പോൾ ഒരു ഗവൺമെന്റ് കമ്പനിയിലെ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്ന പവർ CAGക്കാണ്. ഗവൺമെന്റിന്റെ വരവും ചെലവൊക്കെ ക്രോസ് ചെക്ക് ചെയ്യുന്നത് CAGക്കാണ്. യു വുഡ് നോ ദാറ്റ് 2G സ്പെക്ട്രം സ്കാമുമായിട്ട് ബന്ധപ്പെട്ട് 3G സ്പെക്ട്രം സ്കാമുമായിട്ട് ബന്ധപ്പെട്ട് വിനോദ് റായ് എന്ന് പറയുന്ന ഒരു CAG അന്ന് ഇൻ ന്യൂസ് ആയിരുന്നു. ആൻഡ് ലേറ്റർ ഓൺ ദാറ്റ് കേസൊക്കെ വന്നപ്പോൾ ഇറ്റ് ടുക്ക് സം ലിറ്റിൽ ഡിഫറെൻറ്റ് സ്റ്റാൻസ്, ബട്ട് വാട്ട് എവർ. അത്രയും ഒരു പോയിന്റിന് കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ആണെങ്കിലും കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് നേരത്തെ കാണിച്ച മൻരേഗേൻ്റെ എക്സാമ്പിൾസ് ആണെങ്കിലും ഇതൊക്കെ വരുന്നത് അൾട്ടിമേറ്റ്ലി ടു ദ ടേബിൾ ഓഫ് CAG. അപ്പോൾ CAGക്ക് പവർ കൊടുക്കുന്ന സെക്ഷൻ ഏതാണെന്നാണ് ചോദ്യം. അതിൽ തന്നെ മക്കളൊന്ന് നോക്കിയേ. 44AB എന്ന് പറയുമ്പോൾ അത് ഇൻകം ടാക്സ് ആക്ട് ആണ്, ഡീല്. അപ്പോൾ തന്നെ 173, 134 എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് അനദർ സെക്ഷൻ. ആൻഡ് 143 ഈ ഒരൊറ്റ പോയിന്റ് പറഞ്ഞാൽ മതി. സെക്ഷൻ 139 മുതൽ സെക്ഷൻ 147 വരെയാണ് കമ്പനി ഓഡിറ്റ് പഠിക്കുന്നത്. അതിൽ 139 അപ്പോയിൻമെന്റ് ഓഫ് ഓഡിറ്റർ, 140 റിമൂവൽ ഓഫ് ഓഡിറ്റർ, 141 ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റർ, 142 റെമ്യൂണറേഷൻ ഓഫ് ഓഡിറ്റർ, 143 ടോക്സ് അബൌട്ട് ഡ്യൂട്ടീസ് and powers, rights and duties of auditor, 144 auditor services which cannot be rendered by auditor, 145 signing, 146 attending of channel meeting, notice ലഭിക്കുന്നത്, 147 punishment. അപ്പോൾ 143 powers and duties വരുന്നത്. സോ 143 തന്നെ 143, 5, 6, 7 എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. നമ്മുടെ ക്ലാസ് പറയാറ് DST എന്നാണ്, ഡൽഹി സെയിൽസ് ടാക്സ് ഒക്കെയാണ് പറയുക. ആക്ച്വലി ഇത് കോഡാണ്. D for direction, S for supplementing the audit, T for trust audit. So 143, 5, 6, 7 5 പറയുന്നത് CAGക്ക് ഗവൺമെന്റ് കമ്പനിയിലെ ഓഡിറ്റർക്ക് നിർദ്ദേശം കൊടുക്കാനുള്ള പവർ ഉണ്ട്, ഡയറക്ഷൻസ് കൊടുക്കാനുള്ള പവർ ഉണ്ട്. അപ്പോൾ 143 സബ്സെക്ഷൻ 5 ആണ് ഡയറക്ഷൻസ് കൊടുക്കുന്നതിനെ പറ്റി പറയുന്നത്. 140 സബ്സെക്ഷൻ 6 ആണ് സപ്ലിമെന്റ് ഓഡിറ്റ് പ്രൊവൈഡ് ചെയ്യാന്ന് പറയുന്നത്. 140 സബ്സെക്ഷൻ 7 ആണ് ടെസ്റ്റ് ഔട്ട് ചെക്ക് ചെയ്യാന്ന് പറയുന്നത്. സോ ബേസിക്കലി CAGക്ക് പവർ കൊടുക്കുന്ന സെക്ഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആൻസർ സെക്ഷൻ 143. ഇങ്ങനെ നിങ്ങൾ MCQs ഈസിലി സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ 15 into 2, 30 മാർക്സ്. ആൻഡ് ഇഫ് യു ആർ മേക്കിംഗ് എ മിസ്റ്റേക്ക്, 2 മാർക്സ്. സോ MCQs മക്കളെ ഞാനിപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത് ടു ഡിസ്കസ് മോർ ടു അതർ ഏരിയാസ്. അപ്പോൾ ഇത് അത്യാവശ്യം ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബിക്കോസ് ഐ ഹാവ് ടേക്കൺ ഇറ്റ് ഫ്രം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. യു വുഡ് ലുക്ക് അറ്റ് ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ. മേ ബി ഐ കൻ ഷെയർ വിത്ത് ദ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, നോ ഇഷ്യൂസ്. And MCQs or model question papers. Okay, so moving on, let's look at question number 1 in the descriptive. So descriptive ഇത് ഞാൻ കുറച്ചൊരു എഡിറ്റിംഗ് വരുത്തിയിട്ടുണ്ട് from the actual question that was asked in the final. So one sec. Fine. So a cost accountant added his office address details in his marriage invitation letter and distributed it to almost 5,000 persons. A complaint was registered against him by citing advertisement and soliciting clients.
Does this amount to professional misconduct as per Code of Conduct and Ethics? Provide your insight. So, dear students, ഒരു ഓഡിറ്റർ, ഒരു കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആയിക്കോട്ടെ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിക്കോട്ടെ, ഒരു കമ്പനി സെക്രട്ടറി ആയിക്കോട്ടെ, ഒരു കാരണവശാലും അയാൾക്ക് ഞാൻ നന്നായിട്ട് ഓഡിറ്റ് ചെയ്യുന്ന ആളാണ്, എനിക്ക് നിങ്ങൾ കുറച്ച് വർക്ക് തന്നോളൂ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഓഡിറ്റ് ചെയ്തു തരാം, ഐ വിൽ ഡു ഇറ്റ് ഫോർ ലൈക്ക് 75% കട്ട്, അല്ലെങ്കിൽ ഐ വിൽ ബി ഡൂയിങ് ഇന്ത്യാസ് ബെസ്റ്റ് ഓഡിറ്റ്, ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെൻ്റ് ഒന്നും ചെയ്തിട്ടോ സോളിസിറ്റ് ചെയ്തിട്ടോ ഒന്നും വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളുടെ പ്രൊഫഷണൽ എത്തിക്സ് സമ്മതിക്കുന്നില്ല. പ്രൊഫഷണൽ എത്തിക്സ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ യു വിൽ സ്റ്റഡി. ആൻഡ് പ്രൊഫഷണൽ എത്തിക്സിലുള്ള ഒരു രസകരമായ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, അതായത് അഡ്വർടൈസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ലല്ലോ, അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടൻറ്റ് എന്ത് ചെയ്തു? അയാൾ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ക്വാളിഫൈ ചെയ്തതിന് ശേഷമാണ് കല്യാണം കഴിക്കുന്നത്. ചിലർ ക്വാളിഫൈ ചെയ്യുന്നതിന് മുന്നേ കല്യാണം കഴിക്കും. ഞാനൊക്കെ കല്യാണം കഴിച്ചത് ക്വാളിഫൈ ചെയ്തതിന് ശേഷമാണ്. എനിക്ക് ഒരു ഭാര്യയും ഒരു മോനുണ്ട്, ഞാൻ പറയാം. ഓക്കെ ഫൈൻ. ബാക്ക്. കോസ്റ്റ് അക്കൗണ്ടൻറ്റ് അയാളുടെ മാരേജ് ഇൻവിറ്റേഷൻ ലെറ്ററിൽ അയാളുടെ ഓഫീസ് അഡ്രസ്സും പ്രൊഫഷണൽ സർവീസും ഒക്കെ പ്രൊവൈഡ് ചെയ്തു. സോ അയാൾ ഓഫീസ് അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോഴുള്ള പ്രോബ്ലം എന്താ? അയാൾ ഇൻഡയറക്ട്ലി എന്ത് ചെയ്യാണ്? അയാളെ പരസ്യം ചെയ്യുകയല്ലേ. സോ അങ്ങനെ ഇൻഡയറക്ട്ലി പരസ്യം ചെയ്യാൻ പ്രൊഫഷണൽ എത്തിക്സ് എന്ത് ചെയ്യുന്നില്ല? സമ്മതിക്കുന്നില്ല. സോ സാധാരണ ഇത് നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കോസ്റ്റ് അക്കൗണ്ടൻ്റെ ഓഫീസൊക്കെ കാണുമ്പോൾ ജസ്റ്റ് അയാളുടെ ലോഗോ വെക്കാം, ജസ്റ്റ് ആ പേര് വെക്കാം, അതും ഭയങ്കര ഷൈനിങ് ആയിട്ടുള്ള ലൈറ്റിംഗ് ഉള്ള പേരൊന്നും വെക്കത്തില്ല, ജസ്റ്റ് ബോർഡ് വെക്കും, ദാറ്റ്സ് ഇറ്റ്. അതായത് സോളിസിറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. സോളിസിറ്റ് ചെയ്യാൻ പാടില്ല കോസ്റ്റ് അക്കൗണ്ടൻറ്റ്. സോ ഇയാൾ പക്ഷേ ചെയ്തിരിക്കുന്നത് എന്താണ്? അയാളുടെ വെഡ്ഡിങ് ഇൻവിറ്റേഷൻ ലെറ്ററിൽ, ഓക്കെ ഇത് അടിച്ചു എന്ന് വെച്ചോ, അവിടെ അവർ പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഫാമിലി ആൻഡ് ക്ലോസ് ഫ്രണ്ട്സ്. ഫാമിലിക്കും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, ക്ലോസ് ഫ്രണ്ട്സിനും എന്ത് ചെയ്യാം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇയാൾ 5000 ലെറ്റേഴ്സ് അടിച്ചിരിക്കുകയാണ്. കാണുന്നവർക്കൊക്കെ എന്ത് ചെയ്യാണ്? എൻ്റെ കല്യാണമുണ്ട്, ഇത് വിതരണം ചെയ്യുകയാണ്. അങ്ങനെ വിതരണം ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ? മറ്റു കോസ്റ്റ് അക്കൗണ്ടൻസിന് അഡ്വർടൈസ്മെൻ്റ് ഒന്നും ചെയ്യാൻ പാടില്ല. ഇയാൾ എന്ത് ചെയ്യാണ്? ഇയാളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി, അല്ലെ ഇയാളുടെ ഓഫീസിനെ പറ്റി അഡ്വർടൈസ് ചെയ്യല്ലേ. അപ്പോൾ അങ്ങനെ അഡ്വർടൈസ് ചെയ്യുന്ന സമയത്ത് മറ്റു കോസ്റ്റ് അക്കൗണ്ടൻസ് എന്ത് ചെയ്തു? ഇയാൾക്കെതിരെ പരാതിയുമായിട്ട് പോയി. ആൻഡ് ഐ എം റിപ്പീറ്റിംഗ്, ഇവിടെ ഒരു ലൂപ്പ് ഹോൾ എന്താണ്? ഇറ്റ് ക്യാൻ ബി ഗിവൺ ബട്ട് ഓൺലി ടു ഹൂം? ഫാമിലി ആൻഡ് ക്ലോസ്. അപ്പോൾ വെഡ്ഡിങ് ഇൻവിറ്റേഷനിൽ എന്ത് വെക്കാം? നമുക്ക് ഓഫീസ് കാര്യങ്ങളും പേരൊക്കെ വെക്കാം. അതെന്തായിട്ട് കണക്കാക്കത്തില്ല? സോളിസിറ്റിംഗ് ആയിട്ട് കണക്കാക്കത്തില്ല. പക്ഷേ അവിടെ ഉള്ള പോയിന്റ് എന്താ? ആർക്കേ കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ? ഫാമിലിക്കും ക്ലോസ് ഫ്രണ്ട്സിനും. അപ്പോൾ ഇത് കംപ്ലൈൻറ്റ് പോയ സമയത്ത് ഇയാളെ ട്രൈബ്യൂണൽ വിളിപ്പിക്കുകയാണ്. ട്രൈബ്യൂണൽ വിളിപ്പിക്കുമ്പോൾ ട്രൈബ്യൂണൽ എന്താ പറയുന്നത്? ഞങ്ങൾക്കൊരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്, ആ കംപ്ലൈൻറ്റിൽ പറയുന്നത് നിങ്ങൾ 5000 ഇൻവിറ്റേഷൻ ലെറ്റർ അയച്ചിട്ട് എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ ഇയാൾ പറഞ്ഞു യെസ് ഐ ഗീവ് ബട്ട് ലിസൺ, ഞാനത് ആർക്കേ കൊടുത്തിട്ടുള്ളൂ? ടു മൈ ഫാമിലി ആൻഡ് ടു മൈ ക്ലോസ് ഫ്രണ്ട്സ്. അപ്പോൾ അവർ ചോദിച്ചു, നിനക്ക് ഇത്രയും വലിയ ഫാമിലിയോ? 5000 മെമ്പേഴ്സൊക്കെ ഉള്ള വലിയ ഫാമിലിയാണ് നിൻ്റെത്? അല്ല, ഫാമിലിയിൽ ഒരു 50-100% ഉള്ളൂ, ബാക്കി 4800 ആൻഡ് സംതിങ് ഞാൻ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനാണ് പ്രൊവൈഡ് ചെയ്തത്. അപ്പം ട്രൈബ്യൂണൽ വാസ് ലൈക്ക്, വാട്ട് ആർ യു ടെല്ലിങ് മാൻ, നിങ്ങൾക്ക് ഇത്രയും ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്? യെസ്. ഞാൻ വിചാരിച്ചു ഇയാൾ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, അങ്ങനെ ഞാൻ കൊടുത്തതാണ്. അയാൾക്ക് എൻ്റെ അടുത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ ലൂപ്പ് ഹോൾ അയാൾ പ്രോപ്പറായിട്ട് ഉപയോഗിച്ചില്ലേ? അങ്ങനെയാകുമ്പോൾ അവിടെ അയാൾക്ക് എന്ത് വന്നില്ലെന്നറിയാവുക? അയാൾക്ക് സോളിസിറ്റ് ചെയ്തില്ല എന്നുള്ള രീതിയിലാണ് വിധി വന്നത്. ആൻഡ് ഇറ്റ്സ് എ കേസ് ലോ. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് എങ്ങനെയാണ് ലൂപ്പ് ഹോൾസ് ഉപയോഗിക്കുന്നത്? മനസ്സിലായോ? സോ ക്ലോസ് ഫ്രണ്ട്സിനും ഫാമിലിക്കും കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? എല്ലാവരും എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. സപ്പോസ് നിങ്ങൾക്ക് ഒരാൾ അറിയാമെന്ന് വെച്ചാൽ, സപ്പോസ് അച്ചു ഈസ് ദർ, അച്ചു എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആണെന്ന് വിചാരിച്ചാൽ തന്നു. ഇനി അടുത്ത ശ്രീലക്ഷ്മി എൻ്റെ ക്ലോസ് ഫ്രണ്ട് എന്നാണ് വിചാരിച്ചാൽ കൊടുത്തു. ഇനി അടുത്ത മുഹമ്മദ് ഞാൻ ക്ലോസ് ഫ്രണ്ട് എന്നാണ് വിചാരിച്ചാൽ കൊടുത്തു. സോ ഡിപ്പെൻസ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. എനിക്ക് തോന്നി അയാൾ ക്ലോസ് ഫ്രണ്ടെന്ന് അങ്ങനെ കൊടുത്തു. അപ്പോൾ അവിടെ എന്ത് വന്നില്ല?
Actually, വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ you have to answer is quite different, but here again case law basil, which I will show you. ജസ്റ്റ് ഒന്ന് ആൻസർ കീ നോക്കാം. ഞാൻ ഈ ഇത് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. ക്വയറീസ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ സോർട്ടൊക്കെ ചെയ്യാം കേട്ടോ. സോ 1 second, sorry again. Professional misconduct in relation to cost accounting practice. A cost accounting practice shall be deemed to be guilty of professional misconduct if he solicits clients for professional work either directly or indirectly by circular, advertisement, personal communication or interview, or by any other means, provided that nothing herein contained shall be construed as preventing or prohibiting any cost accountant from applying or requesting for or inviting securing professional work from another cost accountant. That means വേറൊരു കോസ്റ്റ് അക്കൗണ്ടൻ്റ് എടുത്ത് എനിക്ക് കുറച്ച് വർക്ക് കുറവാണ്, കുറച്ച് എനിക്ക് വർക്ക് തരാമോ എന്ന് ചോദിക്കുന്നൊന്നും എന്തല്ല അഡ്വർടൈസ്മെന്റ് അല്ല. സിമിലർലി എ മെമ്പർ ഫ്രം റെസ്പോണ്ട് ടെൻഡേഴ്സിന് റെസ്പോണ്ട് ചെയ്യുന്നത് എന്തല്ല അല്ലാത്ത കേസ് അഡ്വർടൈസസ് പ്രൊഫഷണൽ അറ്റൈൻമെന്റ് ഓഫ് സർവീസ് ഓർ യൂസസ് എനി ഡിസിഗ്നേഷൻ ഓർ എക്സ്പ്രഷൻ അതർ ദാൻ കോസ്റ്റ് അക്കൗണ്ടന്റ് ഇൻ വിസിറ്റിംഗ് കാർഡ്, ലെറ്റർ ഹെഡ്, സൈൻ ബോർഡ്സ് അൺലെസ് എ ഡിഗ്രി ഓഫ് യൂണിവേഴ്സിറ്റി, ഇതൊക്കെ അല്ലാത്ത കേസ് എന്തായിട്ട് കണക്കാക്കും? അയാൾ മിസ്യൂസ് ചെയ്യുന്നതായിട്ടാണ് കണക്കാക്കാന്ന് മനസ്സിലാക്കുക. ഐ ഹോപ്പ് ദാറ്റ് വാസ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ ആൻഡ് ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. സോ മൂവിങ് ഓൺ, നെക്സ്റ്റ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒരു പ്രോബ്ലം ആണ്. സോ പ്രോബ്ലം ആക്ച്വലി നിങ്ങൾ ചെയ്യണം. ആദ്യമൊക്കെ കുറച്ച് മുന്നേ ഒക്കെ കംപ്ലീറ്റ്ലി തിയറി ആയിരുന്നു, പക്ഷേ ഇപ്പം കുറച്ച് എക്കണോമിക് വാല്യൂ ആയിടേണ്ടതാണെങ്കിലും പക്ഷേ വളരെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് അതിൽ ആൻസർ കീ കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ഒന്ന് നോക്കാം. ദ ഫോളോയിങ് പാരാമീറ്റേഴ്സ് ആർ എക്സ്ട്രാക്റ്റഡ് ഫ്രം കോസ്റ്റ് അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ഓഫ് Mahavish Limited, a multi-product manufacturing company. Net sales 3,600 to 880. Other income 225 and 150. Increase in value of stock 15.7. Raw material consumed 1320 1080. Direct wages and salary 330 264. Power and fuel 180 144. Stores 120 105. Local taxes 90 75. Other manufacturing 322 278. Audit fees 27 22. Salary 36 30. ഇതൊന്നും കൺഫ്യൂസ്ഡ് ആവണ്ട. ഇറ്റ്സ് പിന്നെ ഇതിപ്പോൾ ഇൻ തൗസൻഡ്സോ ഇൻ ലാക്സോ വട്ട് എവർ ഐ ക്യാൻ ഗെറ്റ് ഓവർ ദർ, ബട്ട് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നിങ്ങൾ ഇൻ ലാക്സിനോ തൗസൻഡ്സോ എന്ത് കൗണ്ട് ചെയ്താലും കുഴപ്പമില്ല. സോ ഇതിൽ ക്വസ്റ്റ്യൻ വരുന്നത് വാല്യൂ എഡിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ദെൻ ഏണിംഗ് അവൈലബിൾ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ആൻഡ് ലാസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഏണിംഗ് ടു ഡിഫറെൻറ്റ് ക്ലെയിമിന്. അപ്പോൾ വാല്യൂ ആയിട്ട് ഒന്ന് നോക്കിയേ. വാല്യൂ എഡിഷൻ എന്ന് പറയുമ്പോൾ നോക്ക്, ഫസ്റ്റ് നെറ്റ് സെയിൽസ് എത്രയാണ്? 3600. അതിൻ്റെ കൂടെ നമുക്ക് എക്സ്പോർട്ട് ഇൻസെൻറ്റീവ്സ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും, ബട്ട് ഇവിടെ അതില്ല. പിന്നെ നമ്മൾ അതിന് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഫിനിഷ്ഡ് ഗുഡ്സിന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3615 കിട്ടി. ആൻഡ് ഫ്രം ദാറ്റ് കോസ്റ്റ് ബോട്ട് ഔട്ട് ഓഫ് ഇൻപുട്ടിൽ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ്, കൺസംഷൻ ഓഫ് സ്റ്റോർസ് ആൻഡ് സ്പെയർസ്, പവർ ആൻഡ് ഫ്യൂവൽ, അതർ ഓവർ ഹെഡ്. യു കൻ സീ ഇവിടെ നമ്മൾ നോക്കാം, ഇവിടെ ഈ ഒരു ഏരിയ ഉണ്ടോ 2715, ആ ഒരു ഏരിയ including 322. other overhead in the areas ഒക്കെ ഒന്നിച്ച് അവർ കൗണ്ട് ചെയ്തിരിക്കുകയാണ്. and they are adding it up as 792 and 664. and അതിന്ന് കുറക്കുമ്പോൾ they are getting value added as 1203 and 894. apart from that they are adding other income, extraordinary income and earning available for distribution 1428 and 1044. distribution of earning to ആ എമൗണ്ട്, ആ ഏർണിംഗ് കിട്ടിയത് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടതെന്ന് നോക്കാം. എംപ്ലോയി സാലറി, വേജസ്, ബോണസ് ആയിട്ട് 357, സാലറി ആൻഡ് കമ്മീഷൻ ആയിട്ട് 36, ഷെയർ ഹോൾഡേഴ്സ് ഡിവിഡൻഡ് 315, കമ്പനി ആസ് റിട്ടേൺ ഫണ്ട്സ് 303, ഗവൺമെൻറ് ആസ് ടാക്സ്, ലാസ്റ്റ് ലോക്കൽ ടാക്സിൽ 90 ആൻഡ് ഇൻകം ടാക്സ് അത് ആഡ് ചെയ്തതാണ് കേട്ടോ. ഇവിടെ അത് ഒന്നിച്ച് വന്നിട്ടുണ്ട്. ഇറ്റ്സ് സം പ്രിന്റിംഗ് മിസ്റ്റേക്ക്, ജസ്റ്റ് ബെയർ ഫോർ മീ ദാറ്റ്. ജസ്റ്റ് എവിടെ എന്ന് വെച്ചാൽ 90യും 237 ആഡ് ചെയ്തിട്ട് 327 ആണ്. ദെൻ ലാസ്റ്റ് പ്രൊവൈഡേഴ്സ് ഓഫ് ഫണ്ട് അല്ലെങ്കിൽ ഫണ്ട് തന്ന ആളുകൾ, അതായത് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ്, സിമിലർലി SBIക്കുള്ള ഇൻട്രസ്റ്റ് ആൻഡ് ഓൾസോ ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഏർണിംഗ്സ് 1428 and 1044. ഇറ്റ്സ് ലൈക്ക് ഇത് ആക്ച്വലി അക്കൗണ്ട്സിലൊക്കെ എക്കണോമിക് വാല്യൂ ആഡ് എന്നുള്ള രീതിയിൽ ഫൈനൽ ലെവലിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ബട്ട് ഇവിടെ ആക്ച്വലി ഭയങ്കര സിമ്പിളാണ്. ഇപ്പോൾ കൺസോളിഡേഷന്, അമാൽഗമേഷൻ പോലെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയ അക്കൗണ്ടിങ് പോയിന്റ്സിൻ്റെ കൂടെ എക്കണോമിക് വാല്യൂ ആഡൊക്കെ കാണുമ്പോൾ വളരെ ഈസിയാണ്, സിമ്പിളാണ്. അതിപ്പോൾ എവിടെയാണുള്ളത്? നമ്മളുടെ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. വളരെ സിമ്പിളാണ്. ഈ PDF ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. നിങ്ങൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഈ ആക്ച്വലി ഞാൻ ഇതിന് 8 marks ആണ് കൊടുത്തിരിക്കുന്നത്. 8 marks ഒക്കെ സിമ്പിൾ യു ക്യാൻ ഗെറ്റ് ഇറ്റ്. ഇതിലാകെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണത്, ഇൻകം ടാക്സ് 9, ലോക്കൽ ടാക്സ് ആഡ് ചെയ്തിട്ട് 327 ആണ്. അവിടെ ഞാനൊന്ന് എഡിറ്റ് ചെയ്ത് തരാം. ആൻഡ് ഐ വിൽ ഗിവ് യു ദ
answer key after the session I can attach you here. Okay, I'll attach it here. Now next third question പറയുന്നത് okay, explain audit risk as per cost audit standard 103. അതിൽ ഓഡിറ്റ് റിസ്ക് എന്ന് പറയുമ്പോൾ 3 റിസ്ക് ആണുള്ളത്. ഇൻഹറന്റ് റിസ്ക്, കൺട്രോൾ റിസ്ക്, ഡിറ്റക്ഷൻ റിസ്ക്. വെരി സിമ്പിൾ. ഇൻഹറന്റ് റിസ്ക് എന്ന് പറയുമ്പോൾ ഒരു സ്ഥാപനത്തിൽ ഇൻഹറന്റ് ആയിട്ട് എപ്പോഴും ഒരു റിസ്ക് ഉണ്ടാവും. ആ റിസ്ക് നമ്മൾ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്താലും ആ റിസ്കിൽ എന്തുണ്ടാവത്തില്ല, മാറ്റം ഉണ്ടാകത്തില്ല. ദാറ്റ് റിസ്ക് കണ്ടിന്യൂ ടു എക്സിസ്റ്റ്. ഇൻഹറന്റ് ആയിട്ട് ഒരു റിസ്ക് ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് അതിന്റെ ഡെഫിനിഷൻ വായിക്കുകയാണെങ്കിൽ, ദ സസെപ്റ്റബിലിറ്റി ഓഫ് ആൻ അസേർഷൻ അബൌട്ട് മെഷർമെന്റ്, അസൈൻമെന്റ് ഓർ ഡിസ്ക്ലോഷർ ഓഫ് കോസ്റ്റ് ടു എ മിസ്സ്റ്റേറ്റ്മെന്റ് ദാറ്റ് കുഡ് ബി മെറ്റീരിയൽ either individually or when aggregate with the misstatement before consideration of any related controls. So inherent risk എന്ന് പറയുമ്പോൾ ഇൻബിൽഡ് റിസ്ക് ആണ്. അത് ഓൾവേസ് ഇൻ ദ സിസ്റ്റം. സോ ഇൻബിൽഡ് റിസ്ക് അല്ലെങ്കിൽ ഇൻഹറന്റ് റിസ്ക് ആണ് ഫസ്റ്റ് റിസ്ക്. Then you can see control risk, the risk that a misstatement that could occur in an assertion about the measurement, assignment or disclosure of cost and that could be material either individually or when aggregated with other misstatements will not be prevented or detected and corrected on a timely basis by entities, internal operations and management control. So basically control risk എന്ന് പറയുമ്പോൾ ഇന്റേണൽ കൺട്രോളിൽ വീക്ക്നെസ് ഉണ്ട്. അതുകൊണ്ട് ആ സ്ഥാപനത്തിൽ എന്തുണ്ട്, റിസ്ക് എലമെന്റ് ഉണ്ട്. സോ ഇന്റേണൽ കൺട്രോളിൽ വീക്ക്നെസ് ഉണ്ടാകുമ്പോൾ ആ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന റിസ്കിനെ നമ്മൾ എന്ത് റിസ്ക് എന്ന് പറയും, കൺട്രോൾ റിസ്ക്. And thirdly, detection risk, the risk that procedures followed by cost auditor to reduce audit risk to an acceptably low level will not be detect misstatements that exist and that could be material either individually or on aggregate with other misstatements. Detection risk എന്ന് പറയുമ്പോൾ ഈ സ്ഥാപനത്തിൽ ഫിനാൻഷ്യൽ കൺട്രോൾസ് ഉണ്ട്, പക്ഷേ അല്ലെങ്കിൽ കുറേ സ്റ്റെപ്സ് ആസ് ആൻ ഓഡിറ്റർ നമ്മൾ എടുത്തു, എന്നാൽ പോലും അവിടെയുള്ള മിസ്റ്റേറ്റ്മെന്റ്സിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. വി ആർ അണേബിൾ ടു ഡിറ്റക്ട് ഇറ്റ്. അതിനെ നമ്മൾ എന്ത് വിളിക്കും, ഡിറ്റക്ഷൻ റിസ്ക്. ഓക്കെ ആണോ? സോ ദാറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു ഓഡിറ്റർ. സോ ഓഡിറ്റ് റിസ്കിൽ 3 റിസ്ക് ഉള്ളത്, ഇൻഹറന്റ് റിസ്ക്, കൺട്രോൾ റിസ്ക്, ഡിറ്റക്ഷൻ റിസ്ക്. So moving on, fourth question, Glory Limited, a manufacturing company, provides the following extracts from its cost accounting records. അപ്പോൾ ഇതും again ഒരു simple question ആണ്, നിങ്ങൾക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്ന question ആണ്. So slowly we will do that. Total capacity of 5 machines per hour as per company specification 2500 units ആണ് ടോട്ടൽ കമ്പനിക്ക് കപ്പാസിറ്റിക്ക് ഉള്ളത്. നമ്പർ ഓഫ് ഷിഫ്റ്റ്സ് ഉള്ളത് 8 hours per day ആണ്, 3 ഷിഫ്റ്റ്സ് ഉണ്ട്. Paid holidays 360 paid holidays in a year, that is total 365 days എന്നുള്ളൊരു മീനിങ് ആണ്. നെക്സ്റ്റ് വീക്ക്ലി ഹോളിഡേ 52 ഉണ്ട്, അതർ ഹോളിഡേസ് 10 ഉണ്ട്. ഇനി ആനുവൽ മെയിൻ്റനൻസ് ഈസ് ഡൺ വിതിൻ ദീസ് ഹോളിഡേസ്, ദാറ്റ് ഈസ് 10. പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ഫോർ മെഷീൻ ഈസ് ക്യാരിഡ് ഓൺ ഡ്യൂറിങ് വീക്ക്ലി ഡേ. നോർമൽ ഐഡിൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 0.5 hours ആണ്. സിമിലർലി പ്രൊഡക്ഷൻ ബേസ്ഡ് ഓൺ സെയിൽസ് എക്സ്പെക്ടൻസി പാസ്റ്റ് 3 years നോക്കാം, 154.5, 159.54, 166.66 ഇതാണ് കപ്പാസിറ്റി ലാസ്റ്റ് 3 years നോക്കും. ആൻഡ് ആക്ച്വൽ പ്രൊഡക്ഷൻ നോക്കിയിട്ട് 158.8 ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ക്വസ്റ്റ്യനെ നല്ല രീതിയിലൊന്ന് വാച്ച് ചെയ്ത് നോക്കുക, ഈ ക്വസ്റ്റ്യനെ ഒന്ന് അസസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എത്ര ഷിഫ്റ്റ്സ് ഉണ്ട്, എത്രയാണ് വീക്ക്ലി ഹോളിഡേ വരുന്നത്, ഒരു എത്ര യൂണിറ്റ്സ് ആണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്, ആക്ച്വലി എത്ര യൂണിറ്റ്സ് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ ക്രോസ് ചെക്ക് ചെയ്യുക. Moving on, you are required to calculate installed capacity, practical capacity, actual capacity, normal capacity, ideal capacity, abnormal capacity. So it looks like a little bit of costing maybe, but we are supposed to do it and it is very easy, very easy. Just answer നോക്കുക. ഫസ്റ്റ് നോക്കി ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ചെന്ന് നോക്കി, 365 days അല്ലേ ഉള്ളത്, 8 hour അല്ലേ ഉള്ളത്, 3 shift അല്ലേ ഉള്ളത്, 2500 അല്ലേ. സോ ടോട്ടൽ ഈസ് ഈക്വൽ ടു 219 lakh units. പ്രാക്ടിക്കൽ കപ്പാസിറ്റി നോക്കിയേ, ഈ 365 52 days ലെസ് ചെയ്യണം, 10 days ലെസ് ചെയ്യണം. മക്കൾ നോക്ക്, ഇവിടെ നോക്ക്, വീക്ക്ലി ഹോളിഡേ 52 ഇല്ലേ, അതർ ഹോളിഡേസ് 10 ഇല്ലേ, അങ്ങനെയാകുമ്പോൾ ഈ 365 ഈ 52 10 ലെസ് ചെയ്യണ്ടേ. സിമിലറായിട്ട് പെർ ഡേ 8 hour ഉണ്ടെങ്കിൽ പോലും നോർമൽ ആയിട്ടുള്ള ഒരു ഐഡിയൽ കപ്പാസിറ്റിയിൽ, അതായത് എന്തെങ്കിലും ഒരു ബ്രേക്ക് എടുക്കുന്നതാവാം. സപ്പോസ് നമ്മളിപ്പോൾ ഒരു 8 hours ക്ലാസ് എടുക്കാന്ന് വെച്ചോ, ഒബിയസ്ലി ലഞ്ച് ബ്രേക്ക് 1 hour മോർണിംഗ് ആൻഡ് ഈവനിങ് 10 minutes എങ്കിലും ബ്രേക്ക് എടുക്കൂലേ. സോ അതൊരു ഐഡിയൽ കപ്പാസിറ്റി ആയിട്ട് കാണുകയാണെങ്കിൽ 8 - 0.5 into
3 into 2000 3 എന്താ 3 ഷിഫ്റ്റ് ഉണ്ട് ആൻഡ് 2005 ആണ് നമ്മൾ യൂണിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. സോ ആക്ച്വലി പ്രാക്ടിക്കൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രാക്ടിക്കലി നമുക്ക് എത്ര ചെയ്യാൻ വേണ്ടി പറ്റും 170.4375 ലാക്ക് യൂണിറ്റ്സ് ചെയ്യാൻ പറ്റും. ബട്ട് ആക്ച്വൽ കപ്പാസിറ്റി എത്രയാണ് ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 158.8. ഇറ്റ് ഈസ് ദർ ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ് സെൽഫ്. നെക്സ്റ്റ് ആക്ച്വൽ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം 158.8 ഡിവൈഡഡ് ബൈ 219 into 100 is equal to 72.51%. ഇനി നോർമൽ കപ്പാസിറ്റി എത്രയാണ് നമ്മൾ ലാസ്റ്റ് 3 ഇയേഴ്സ് എടുക്കുക 154 159 166.66 എടുത്തിട്ട് അതിനെ 3 ആയി ഡിവൈഡ് ചെയ്യുമ്പോൾ 160.23 ലാക്ക് യൂണിറ്റ്സ്. ഐഡിയൽ കപ്പാസിറ്റി 219 മൈനസ് 158.80. ഈ 219 എന്ന് പറയുന്ന ഫസ്റ്റ് ഇൻസ്റ്റാൾ കപ്പാസിറ്റിയിൽ നിന്ന് ഈ 158.8 എന്ന് പറയുന്ന ആക്ച്വൽ കപ്പാസിറ്റി റെഡ്യൂസ് ചെയ്യുമ്പോൾ 60.20 എന്താണ് ഐഡിയൽ ആണ്. അത് എത്ര പെർസെൻറ്റേജ് ആണ്? ഒബ്വിയസ്ലി അത് രണ്ടും ആഡ് ചെയ്താൽ 100 കിട്ടുന്ന രീതിയിലായിരിക്കും. സോ ഇറ്റ് വിൽ ബി 60.20 ഡിവൈഡ് ബൈ 219 into 100 ദാറ്റ് ഈസ് 27.49%. ആൻഡ് അബ്നോർമൽ ഐഡിയൽ കപ്പാസിറ്റി നോക്കിയേ 170.4375. 170 എന്താണ് പ്രാക്ടിക്കൽ കപ്പാസിറ്റി. അതിന് എന്താണ് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത് ആക്ച്വൽ 158.8 ദാറ്റ് ഈസ് ഈക്വൽ ടു 11.63 and that is the 6.8%. This type of questions if it is coming it will come എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ തന്നെ അങ്ങ് വരികയാണ് ചെയ്യുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി നിങ്ങളുടെ വലിയ SFM-ലെ ക്വസ്റ്റ്യൻസും കോസ്റ്റിങ്ങിലെ ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്തിട്ട് ഇവിടെ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരിക. വളരെ ടഫ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളെ പ്രിപ്പറേഷനിൽ നിങ്ങൾ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യണം. Okay ആണോ? So this type of questions are very important. This type of questions you are going to include in your preparations. Okay. So ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്തതിൽ ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മക്കൾ എന്ത് ചെയ്യണം വർക്ക് ചെയ്യണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. സോ മൂവിങ് ഓൺ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താണുള്ളത്? സ്റ്റേറ്റ് ദ എത്തിക്കൽ റിക്വയർമെന്റ്സ് ഓഫ് എ കോസ്റ്റ് ഓഡിറ്റർ for ensuring conduct of audit of cost statement as per cost audit standards 103. So ethical requirements എന്തൊക്കെ വരിക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ സംസാരിക്കുന്നത്. ഇത് ഏറ്റവും ബേസിക് ആയ പോയിന്റ് ആണ്. സോ ഇതിൽ എന്തൊക്കെയാണെന്ന് നോക്കിയേ ഇൻഡിപെൻഡൻസ്, ഇന്റഗ്രിറ്റി, ഒബ്ജക്ടിവിറ്റി, professional competence, due care, confidentiality, professional conduct. So just നോക്കിയേ the application guide of cost auditing standard 103 lays down cost auditor should comply with relevant ethical requirement as per code of ethics issued by Institute of Cost Accountants of India. This code establishes fundamental principles of professional ethics relevant to cost audit and conducting an audit, provides conceptual framework and fundamental principles. Fundamental principles എന്നൊക്കെ പറയുമ്പോൾ ബേസിക് പ്രിൻസിപ്പിൾസ് ഗവേണിംഗ് ആൻഡ് ഓഡിറ്റ് എന്നൊക്കെ പറയുന്ന ഒരു പോയിന്റ് ആണ്. അതിലുള്ള പോയിന്റ്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? വാട്ട് ഈസ് ഇൻഡിപെൻഡൻസ്? ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ ഓഡിറ്റർ എന്തായിരിക്കണം? ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. സോ ഇൻഡിപെൻഡൻസി എന്ന് പറയുമ്പോൾ ഒരു രീതിയിലും ഓഡിറ്റർ അയാളുടെ ഇൻഡിപെൻഡൻസ് കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല. സോ ഇൻഡിപെൻഡന്റ് ഓഡിറ്റർ തന്നെയാണ് ഓഡിറ്ററിനെ വിളിക്കുക. സോ ഇൻഡിപെൻഡന്റ് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു കോസ്റ്റ് അക്കൗണ്ടന്റ് ഒരു എംപ്ലോയി ആയ ഒരാൾക്ക് അവിടെ കോസ്റ്റ് അക്കൗണ്ട് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല, കോസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുന്നത്. സോ ഇൻഡിപെൻഡൻസ് എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ എൻ ഓഡിറ്റർ. അത് ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ചെയ്യുന്നതാണ്. ഇന്റഗ്രിറ്റി ഉള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതൊരു ക്വാളിറ്റിയാണ്. എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ആയിട്ട് പ്രകാരം ഒരു ഓഡിറ്റർ ഷുഡ് ബി എ പേഴ്സൺ വിത്ത് ഇന്റഗ്രിറ്റി. നെക്സ്റ്റ് ഈസ് ഒബ്ജക്ടിവിറ്റി എന്ന് പറയുമ്പോൾ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളായിരിക്കണം ഓഡിറ്റർ. സോ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? ഫാക്ട്സ് മനസ്സിലാക്കിക്കൊണ്ട്, അതായത് ഓഡിറ്റർ അടുത്ത് ഒരു ആൾ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു എന്ന് കരുതി അയാൾക്ക് ഫേവറായിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓഡിറ്റർ അടുത്ത് ഒരാളൊരു കാര്യം പറഞ്ഞിട്ട് ആ കാര്യത്തിൽ കറക്റ്റാണോ, ആ പറഞ്ഞത് കറക്റ്റാണോ നോക്കിയിട്ട് ഓഡിറ്റർ എന്ത് ചെയ്യണം? ഒബ്ജക്റ്റീവായിട്ട് വേണം കാര്യങ്ങളെ സമീപിക്കാൻ. സിമിലർലി പ്രൊഫഷണൽ കോമ്പറ്റൻസ് ആണ് എന്താ? എ കോസ്റ്റ് ഓഡിറ്റർ ഷുഡ് ബി ക്വാളിഫൈഡ് CMA. അത് കൂടാതെ ഹി ക്യാൻ ഡു സം അഡീഷണൽ കോഴ്സസ്, പോസ്റ്റ് ക്വാളിഫിക്കേഷൻ കോഴ്സസ്. അങ്ങനെ അയാൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പ്രൊഫഷണലി കോമ്പറ്റൻ്റ് ആയ ഒരാളായി മാറാൻ പറ്റും. ആൻഡ് ഡ്യൂ കെയർ കൂടി അയാൾ ചെയ്യണം. ബിക്കോസ് അയാളുടെ ഡിസിഷൻ, അയാൾ എടുക്കുന്ന കാര്യങ്ങൾ കുറേ ആളുകളെ എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഹി ഷുഡ് ബി ഡൂയിങ് ഹിസ് വർക്ക് വിത്ത് ഡ്യൂ കെയർ. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്ന ഒരു ഏരിയയിൽ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഓഡിറ്റർ അയാളുടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ
കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ട് റെക്കോർഡ്സ് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഓഡിറ്റർ ചെയ്യുമ്പോൾ ഓഡിറ്റർക്ക് പല കാര്യങ്ങളിലും ആക്സസ് ഉണ്ടാവും. സോ പല കാര്യങ്ങളിലും ആക്സസ് ഉള്ള ഒരു ഓഡിറ്റർ അവിടെ പോയിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻസ് ഒന്നും പുറമേ പോയിട്ട് പറയാൻ വേണ്ടി പാടില്ല. ഇനി ഇതിന് ചില എക്സംഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് ഓൾറെഡി പബ്ലിക് ഡോക്യുമെന്റ് ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ സാധാരണ ക്ലാസ് പറഞ്ഞൊരു എക്സാമ്പിളാണ് ഈ കാറിലുള്ള സെക്യൂരിറ്റി സിസ്റ്റം. ഇപ്പോൾ എയർ ബാഗ് സിസ്റ്റം ആക്ച്വലി അത് മെഴ്സിഡീസ് ബെൻസിന് ഉണ്ടായിരുന്നു. അപ്പോൾ മെഴ്സിഡീസ് ബെൻസ് ആക്ച്വലി എന്താ ചെയ്തത്, അല്ല ഡെയിംലർ എന്ന് പറയുന്ന കമ്പനി ചെയ്തത്, ഇത് എല്ലാവർക്കും അയച്ചു കൊടുത്ത് അവരുടെ വെബ്സൈറ്റിൽ ലോഞ്ച് ചെയ്ത് എങ്ങനെയാണ് നിങ്ങൾ എയർ ബാഗ് ഫിറ്റ് ചെയ്യുന്നത്. അല്ലാതെ അവർ അവരുടെ മാത്രം ഒരു ട്രേഡ് മാർക്കായിട്ട് അത് വെച്ച് വേറെ ആർക്കും കൊടുക്കാതിരിക്കുകയല്ല ചെയ്തത്. അത് ഓൾറെഡി പുറത്ത് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. എന്തുകൊണ്ട് കുഴപ്പമില്ല? അത് ഓൾറെഡി പബ്ലിക്കിലുള്ള ഡോക്യുമെന്റ് ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ. സിമിലർലി പ്രൊഫഷണൽ കണ്ടക്റ്റിൽ ഇയാൾ എന്തായിരിക്കും സിമിലർലി. ഓക്കെ, അഗെയിൻ കോൺഫിഡൻഷ്യാലിറ്റിനെ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലീഗൽ ആസ്പെക്റ്റിൽ ഇപ്പോൾ ഒരു കോടതിയിൽ നിന്ന് ഒരു ചോദ്യം വരികയാണ്, എങ്ങനെയാണ് നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ എന്താണ് അവിടെ കണ്ടതെന്നൊക്കെ പറയുമ്പോൾ ഞാൻ കോൺഫിഡൻഷ്യാലിറ്റിയുടെ ഭാഗമായിട്ട് പുറത്ത് പറയുന്നില്ല എന്ന് പറയാനുള്ള സ്റ്റാൻഡില്ല. ഈ കാനോട്ട് ടേക്ക് ദാറ്റ് സ്റ്റാൻഡ്. വൈ? ബിക്കോസ് കോടതി പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ സ്പെസിഫിക് പെർമിഷൻ ക്ലയൻറ്റിൽ നിന്നും സ്പെസിഫിക് പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഐ ക്യാൻ ഡിസ്ക്ലോസ്. അല്ലാത്ത സാഹചര്യങ്ങളിൽ ഒരിക്കലും ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയുള്ള കോൺഫിഡൻഷ്യലായ മാറ്റർ ഡിസ്ക്ലോസ് ചെയ്യാൻ വേണ്ടി പാടില്ല. ലാസ്റ്റ് പ്രൊഫഷണൽ കണ്ടക്ട് ആൻഡ് ഓഡിറ്റർ ഷുഡ് വർക്ക് ഇൻ ഓർ ബിഹേവ് ആസ് പെർ ഹിസ് പ്രൊഫഷണൽ കോണ്ടക്ട്. ഇതൊക്കെയാണ് എത്തിക്സ് പ്രകാരം ഓഡിറ്ററിനെ എക്സ്പെക്ട് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്. ഓക്കെ ആണോ? ഹോപ്പ് യു പീപ്പിൾ ആർ അണ്ടർസ്റ്റാൻഡിങ് തിങ്സ് ആൻഡ് ഇറ്റ് ഈസ് ബിക്കമിങ് യൂസ്ഫുൾ ഫോർ യു. ആൻഡ് നെക്സ്റ്റ് question. Okay, ഇത് actually even at inter-level this question was asked, and also in the previous year in some question paper I saw this question. That's why I have included this one. So ഒന്ന് നോക്കാം. Laundering Limited is an unlisted public company having turnover 197 crores in previous financial year, and it has a loan outstanding from bank for rupees 10 crores as on March 31, 23. But on 31 March 22, balance in loan account was 110 crore. Comment whether internal audit is applicable for the company. Who can be appointed as the internal auditor of the company? Is it possible to appoint a cost accountant who is an employee of the company? ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഒരു സെക്ഷൻ 138 പ്രകാരം ഇന്റേണൽ ഓഡിറ്റ് അപ്ലിക്കബിൾ ആയ കമ്പനീസ് നോക്കിയാൽ ഓൾ ലിസ്റ്റഡ് കമ്പനി, ഓൾ അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനിയിൽ ഓൾ അൺലിസ്റ്റഡ് കമ്പനീൻ്റെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 50 crore, ടേൺ ഓവർ 200 crore, ഔട്ട്സ്റ്റാൻഡിങ് ലോൺസ് 100 crore, ഡെപ്പോസിറ്റ് 25 crore. ആൻഡ് അഗെയിൻ പ്രൈവറ്റ് കമ്പനിയിലേക്ക് വരുമ്പോൾ ആക്ച്വലി തൊട്ട് മുന്നേ ഉള്ള 4 എണ്ണത്തിലെ സെക്കൻഡ് ആൻഡ് തേർഡ് അഗെയിൻ ദേ ആർ കോപ്പി പേസ്റ്റിംഗ്. ദാറ്റ് ഈസ് പ്രൈവറ്റ് കമ്പനിയിൽ അവരാകെ നോക്കുന്നത് ടേൺ ഓവർ 100 crore, ഔട്ട്സ്റ്റാൻഡിങ് ലോൺസിൻ്റെ 100 crore എന്നുള്ള ടേൺ ഓവർ 200 crore, ലോൺസിൽ 100 crore എന്നുള്ള പോയിന്റുമാണ്. സോ നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ അകത്ത് ടേൺ ഓവർ 197 crore ആണ്, അതുകൊണ്ട് തന്നെ എന്തില്ല അവിടെ അപ്ലിക്കബിലിറ്റി വരുന്നില്ല. ആൻഡ് ഓൾസോ ലോൺ നോക്കുമ്പോൾ 10 crore മാത്രമേ ഉള്ളൂ. പക്ഷേ മാർച്ചിലുള്ള ലോണല്ല നമ്മൾ നോക്കുന്നത്, ഡിസംബറിൽ 120 crore വന്നിട്ടില്ല, 110 crore വന്നിട്ടില്ല, ദാറ്റ് ഈസ് അബവ് 100 crore. അതുകൊണ്ട് എന്ത് സംഭവിക്കും, ഇന്റേണൽ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്റേണൽ ഓഡിറ്റ് കമ്പൽസറി ആയി മാറും. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ആരെയാണ് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുക? കോസ്റ്റ് അക്കൗണ്ടന്റ് ആകാം, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആകാം, അല്ലെങ്കിൽ ഈ പ്രൊഫഷനിലുള്ള എക്സ്പീരിയൻസ് ഉള്ള ഏതെങ്കിലും ഒരാളായാലും മതി, പ്രശ്നമില്ല. ഇനി ഈവൻ എംപ്ലോയി ഓഫ് ദ കമ്പനി ആണെങ്കിൽ പോലും അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ തേർഡ് ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? ഈസ് ഇറ്റ് പോസിബിൾ ടു അപ്പോയിന്റ്? യെസ്, ഇറ്റ് ഈസ് ഒബ്വിയസ്ലി പോസിബിൾ ടു അപ്പോയിന്റ്. ഇവിടെ നമ്മൾ കോസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ കമ്പനി ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ ഇല്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ ആണോ? ഐ ഹോപ്പ് ദിസ് സെഗ്മെന്റ് വാസ് ക്ലിയർ. 6th question. Moving to 7th question. What do you mean by internal check? Is it different from internal audit? Explain. So internal check in the definition and area ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇന്റേണൽ ചെക്ക് എന്ന് പറയുമ്പോൾ ഒരു ഓഡിറ്റിന് പുറമേ നിന്നൊരാൾ വന്നിട്ട് ഓഡിറ്റ് ചെയ്യുന്നതിന് പകരം ഇന്റേണലി ഉള്ള സ്റ്റാഫ് തന്നെ ഓരോ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഇന്റേണൽ ചെക്ക് എന്ന് പറയാം. ഒരു ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ബാങ്ക് പോയി നമ്മൾ ചെക്ക് കൈമാറുന്ന സമയത്ത് നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ ചെക്ക് കൊടുക്കുന്നു. അപ്പം നമുക്കൊരു ടോക്കൺ ലഭിക്കുന്നു. ആ ചെക്ക് ബി എന്ന് പറയുന്ന വേറെ സ്റ്റാഫിനേക്ക് കൊടുക്കുന്നു. അയാൾ ഇത് ബാക്കും അതിൻ്റെ ഫില്ലിങ്ങും എല്ലാം ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഇനിയിപ്പോൾ സൈൻ ഒന്നുമില്ല, സൈൻ ചെയ്യാൻ വേണ്ടി പറയുന്നു. ഇത് മൂന്നാമത്തെ ഒരാളെടുത്ത് പോകുന്നു.
അയാൾ എന്ത് ചെയ്യുന്നു, ബാങ്കിൽ ഇത്രയും ബാലൻസോ മറ്റോ ഉണ്ടോ എന്നൊക്കെ ക്രോസ് ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് നാലാമത് ക്യാഷ്യർക്ക് കൊടുക്കുന്നു. ക്യാഷ്യറാണ് നമുക്ക് ടോക്കൺ മേടിച്ചിട്ട് പൈസ തരുന്നത്. ദാറ്റ് മീൻസ് ഇന്റേണലി തന്നെയുള്ള ആളുകൾ എന്ത് ചെയ്യുകയാണ്, ക്രോസ് ചെക്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇന്റേണലി ചെക്ക് ചെയ്യുകയാണ്. സോ എക്സ്റ്റേണലി പുറമേ നിന്നുള്ള ആളുകൾ വന്ന് ചെക്ക് ചെയ്യുന്നതിന് പകരം ഇന്റേണലി ഉള്ള എംപ്ലോയീസ് തന്നെ ഇന്റേണലായിട്ട് ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇന്റേണൽ ചെക്ക് എന്ന് പറയുന്നത്. ഇന്റേണൽ ചെക്ക് ചെയ്യുമ്പോഴുള്ള യൂസ് എന്തായിരിക്കും? എറേഴ്സും ഫ്രോഡ്സും ഓൺ ദ സ്പോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. മറ്റു കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. എറർ ഫ്രീ ആയിട്ട് ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടി പറ്റും. മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്, ഓഡിറ്ററിന് സുഖമല്ലേ? ഓഡിറ്ററിന് ഇവിടെ എന്തെങ്കിലും എററോ ഫ്രോഡോ മറ്റോ ഉണ്ടെങ്കിൽ മുൻകൂട്ടി അറിയാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് ഓഡിറ്ററിന് ഇത് ഗുണമാണ്. സിമിലർലി മാനേജ്മെൻറ്റിന് ഗുണമുണ്ട്. എന്തുകൊണ്ടാണ് മാനേജ്മെൻറ്റിന് ഗുണമാവുന്നത്? മാനേജ്മെൻറ്റിന് ഇന്റേണലി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് കണ്ടുപിടിച്ചുകൂടെ? ഇനി എത്രയോ മാസം കഴിഞ്ഞിട്ട് വരുന്ന ഓഡിറ്റർ വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ പ്രിവെൻഷൻ ഉണ്ട്, ഡിറ്റക്ഷനും ഉണ്ട്, ആൻഡ് ഇറ്റ്സ് ആക്ട് ആസ് എ കറക്ഷൻ ഓൾസോ. സോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടൂൾ ആൻഡ് ഇന്റേണൽ ചെക്ക് ഈസ് സച്ച് എക്സാമ്പിൾ. സോ ജസ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്ത് തരാം. ഇന്റേണൽ ചെക്ക് ഈസ് എ സിസ്റ്റം ഇൻസ്റ്റിറ്റ്യൂട്ടിംഗ് checking of day-to-day transaction as part of routine system whereby work of one person is checked independently or is complementary to the work of another person, that is resulting in the prevention and early detection of errors or fraud. Therefore, systems are so designated that no single individual is responsible for all the stages involved in a transaction. That is, duties are allotted in such a way that no single individual has a exclusive control over any one transaction or group of transaction. Internal auditing on the other hand is an independent appraisal function. So അതേസമയം നമ്മൾ ഇന്റേണൽ ഓഡിറ്റിലേക്ക് വരുമ്പോൾ എന്താണ്, അപ്രൈസൽ ആണ്, അല്ലെങ്കിൽ വിലയിരുത്തുന്ന പരിപാടിയാണ്. Appraisal function established within an organization to examine and evaluate its activities as a service to organization. The objective of internal auditing is to assist members of organization in effective discharge of their responsibilities. Internal auditing furnishes them with analysis, appraisal, recommendation, counsel, and information concerning activities review. Internal check and internal audit are two important ingredients of internal control. Internal checks are procedures inbuilt in the overall system itself and take place concurrently with execution of transaction, whereas internal audit is a distinct function which is carried out after the transaction have taken place. So internal check എന്ന് പറയുമ്പോൾ ഓൺ ദ സ്പോട്ടാണ് സംഭവം നടക്കുന്നത്. ആൻഡ് ഇന്റേണലിലുള്ള സ്റ്റാഫാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത്. അതേസമയം ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ മേ ബി എംപ്ലോയിക്ക് വന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളിപ്പം തൊട്ട് മുന്നേ മെത്തേഡിൽ പഠിച്ചേ ഉള്ളൂ. പക്ഷേ എക്സ്റ്റേണലി ഒരാൾ വന്നിട്ട് എന്ത് ചെയ്യുകയാണ്, പ്രോപ്പറാണോ കാര്യങ്ങൾ ചെയ്തത്, അല്ലെങ്കിൽ കാര്യങ്ങളെ വിലയിരുത്തുകയാണ്, അപ്രൈസൽ നടത്തുകയാണ്. സോ അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. സോ ഇന്റേണൽ ചെക്ക് എന്ന് പറയുമ്പോൾ ഇന്റേണലുള്ള എംപ്ലോയീസ് ചെയ്യുന്നതാണെങ്കിൽ, ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇന്റേണൽ ഓഡിറ്റർ വന്നിട്ട് ക്രോസ് ചെക്ക് ചെയ്യുന്ന പ്രോഗ്രാമാണ്. ഓക്കെ അല്ലേ? ഫൈൻ. Going to our last question for the day, which is prepare an internal control questionnaire relating to anyone. This is a previous year question. Now let's know what is internal control questionnaire. Internal control questionnaire എന്ന് പറഞ്ഞാൽ a set of questions ആയിരിക്കും. അതിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ ക്വസ്റ്റ്യന് ആൻസർ ആയിട്ട് യെസ് ഉണ്ടാവും, നോ ഉണ്ടാവും, നോട്ട് അപ്ലിക്കബിൾ ഉണ്ടാവും. സോ യെസ് എന്നാണ് ആൻസർ പറഞ്ഞതെങ്കിൽ ഇന്റേണൽ കൺട്രോൾ എന്താണ്, സ്ട്രോങ് ആണ്. നോ എന്നാണ് ആൻസർ പറഞ്ഞതെങ്കിലോ ഇന്റേണൽ കൺട്രോൾ വീക്ക് ആണ്. അതേസമയം നോട്ട് അപ്ലിക്കബിൾ ആണെങ്കിലോ, അപ്ലിക്കബിൾ അല്ലാത്ത കാര്യത്തിൽ നമ്മൾ നോട്ട് അപ്ലിക്കബിൾ എന്ന് കൊടുക്കണ്ടേ? കാരണം നമ്മൾ നോട്ട് അപ്ലിക്കബിൾ കൊടുക്കാതെ നോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മേ ബി നമ്പർ ഓഫ് നോസ് കൂടിയേക്കാം. ഐ വിൽ ഗിവ് യു ആൻ എക്സാമ്പിൾ. സപ്പോസ് യു ആർ ഗോയിങ് ടു ഓഡിറ്റ് ആൻഡ് CFO minutes. അവിടെ ഒരു ക്വസ്റ്റ്യൻ, വെദർ ദർ ഈസ് ഇൻവെന്ററി ഓഡിറ്റ് ടേക്കൺ പ്ലേസ്. അവിടെ ഇൻവെന്ററി ഓഡിറ്റ് എടുക്കാനൊന്നും ഇല്ല. അപ്പം നോ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് മീനിങ്ങിലേക്ക് പോകില്ലേ? അപ്പം നമ്മൾ എന്ത് ടിക്ക് ചെയ്യണം, നോട്ട് അപ്ലിക്കബിൾ ടിക്ക് ചെയ്യണം. സോ യെസ് എന്നാണ് കൂടുതൽ വന്നത് എങ്കിൽ ഇന്റേണൽ കൺട്രോൾ സ്ട്രോങ് ആണ്. നോ ആണ് കൂടുതൽ വന്നതെങ്കിലോ ഇന്റേണൽ കൺട്രോൾ വീക്കാണ്. നോട്ട് അപ്ലിക്കബിൾ എപ്പോഴാണ് കൊടുക്കുക? ഇതിന് അപ്ലിക്കബിൾ അല്ലാത്ത കേസ് നമ്മൾ എന്ത് കൊടുക്കും, നോട്ട് അപ്ലിക്കബിൾ കൊടുക്കും. സോ ദിസ് ഈസ് ഹൗ internal control questionnaire is prepared. And internal control questionnaire ഉണ്ട്, ചെക്ക് ലിസ്റ്റും ഉണ്ട്. ചെക്ക് ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഓഡിറ്റ് സ്റ്റാഫ് ആയിരിക്കും. ഇന്റേണൽ കൺട്രോൾ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു സ്ഥാപനത്തിലെ എംപ്ലോയി ആയിരിക്കും. ഇന്റേണൽ പേഴ്സൺ എന്ന് മനസ്സിലാക്കിയത് ഇന്റേണൽ ആ സമയത്ത് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ സി എ ഓഡിറ്റർ അങ്ങനെ എന്തെങ്കിലും കോഡിട്ട് പഠിച്ചാൽ മതി. സോ ചെക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഓഡിറ്റ് സ്റ്റാഫ് ആയിരിക്കും. ഇന്റേണൽ കൺട്രോൾ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്ന ആരായിരിക്കും, ഇന്റേണലി ഉള്ള സ്റ്റാഫ് ആയിരിക്കും. സോ ഇവർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്,
prepare an internal control questionnaire relating to inventory. So internal control questionnaire relating to inventory questions നോക്കാം. Is the storage accommodation adequate to provide protection against deterioration, access by unauthorized person, any other local hazard? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇപ്പോൾ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് അല്ല. അപ്പോൾ യെസ് എന്ന് പറയുമ്പോൾ നല്ലത്, നോ എന്ന് പറയുമ്പോൾ മോശം. ആർ ഇഷ്യൂസ് ഫ്രം ദ സ്റ്റോർസ് മെയ്ഡ് ഓൺലി അഗെയിൻസ്റ്റ് പ്രോപ്പർലി ഓതറൈസ്ഡ് റിക്വസിഷൻ, ഹൂ ആർ ഓതറൈസ്ഡ് ടു സൈൻ റിക്വസിഷൻ, സ്പെസിഫൈ നെയിം. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്യണം നെയിംസും ക്വസ്റ്റ്യനും. സിമിലർലി ആർ ദ റെക്കോർഡ്സ് മെയിൻറ്റെയിൻഡ് പ്രോപ്പർലി, അങ്ങനെ ഈസ് ദ കൗണ്ടിങ് സിസ്റ്റം ഫുള്ളി ഇൻറ്റഗ്രേറ്റഡ്, ആർ വർക്ക് ഓർഡേഴ്സ് ഇഷ്യൂഡ്, അങ്ങനെയുള്ള കൊണ്ടോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുക്കണം. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ യെസ് ആണ് വരുന്നത് എങ്കിൽ നല്ലത്, നോ ആണ് വരുന്നതെങ്കിൽ മോശം. ഇനി അതല്ല, ഒരു കമൻറ്റ് സെക്ഷൻ കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിലോ റിമാർക്ക് ഉണ്ടെങ്കിലോ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ചില സ്ഥാപനങ്ങൾ യെസ്സും നോവും മാത്രം കൊടുക്കുന്നത് കാണാറുണ്ട്. എൻ്റെ യെസ് വന്നു കഴിഞ്ഞാൽ നല്ലത്, നോ വന്നാൽ മോശം എന്ന് പറയും. പക്ഷേ നമ്മൾ അവിടെ ശ്രദ്ധിക്കുന്നത് നോട്ട് അപ്ലിക്കബിൾ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണ്? അവിടെ അപ്ലിക്കബിൾ അല്ലാത്ത പ്രൊവിഷൻ ആണെങ്കിൽ നമുക്ക് എന്താണ് അത് യൂസ്ഫുൾ ആയി മാറും. ഓക്കെ ആണോ? സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്തത്. ആൻഡ് ഓൾസോ ദർ ആർ ഫ്യൂ മോർ ഹൗ ആർ ദ വർക്ക്സ് ഓർഡർ ഓതറൈസ്ഡ്, does the system ensure excess or abortive cost are written off and not carried forward in the work? അങ്ങനെ ഞാനിത് I told you I will share this question, so I hope you will understand in that way. So just ഒന്നും കൂടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ന് എന്താ ചെയ്തത്, MCQയിൽ ഒരു 10 ക്വസ്റ്റ്യൻസ് ചെയ്തു. ആൻഡ് ഐ ടോൾഡ് യു ഞാനത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് എടുത്തത്. സിമിലർലി ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ തന്നെ 2 പ്രോബ്ലംസ് നമ്മൾ ചെയ്തായിരുന്നു. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ആദ്യം നിങ്ങൾ നോക്കിയിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കാം, പിന്നെ നോക്കാതെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ആൻസർ പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ, എവിടെയാണ് സ്റ്റക്ക് ആണ് അത് ക്രോസ് ചെക്ക് ചെയ്യുക. സിമിലർലി ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തായിരുന്നു. ഇതും ഞാൻ പറഞ്ഞു, ഇതും പ്രീവിയസ് ഇയറിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്, എക്സാമിനേഷൻ ലെവൽ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസേഴ്സ് ഒന്ന് നോക്കുക, നന്നായിട്ട് വായിച്ച് മനസ്സിലാവാൻ നോക്കുക. ഏതെങ്കിലും ഏരിയ മനസ്സിലാവുന്നില്ലെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ ഓഡിയോ കേട്ടതിന് ശേഷം മനസ്സിലാവുന്നുണ്ടോ ഇല്ലോ നോക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി പഠിക്കണം. റൈറ്റ് ആൻഡ് സ്റ്റഡി, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐ വിൽ ബി ഷെയറിങ് ദിസ് ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് യു. ആൻഡ് ഓൾസോ ഇത് ഞാൻ ജസ്റ്റ് CAS 13 മനസ്സിലാൻ വേണ്ടി ഇട്ടതായിരുന്നു. ദിസ് എക്സൽ ഷീറ്റിൽ ഞാൻ നിങ്ങൾക്ക് അപ്ലിക്കബിലിറ്റീൻ്റെ പോർഷൻ കാണിച്ചു തന്നതാണ്. മണി ലോണ്ടറിങ് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി അതിൻ്റെ ഒരു പോയിന്റ് ഇട്ടതായിരുന്നു. ആൻഡ് ന്യൂ സിലബസിലുള്ള ആളുകൾക്ക് മനസ്സിലാൻ വേണ്ടിയായിരുന്നു ഈ ഒരു പേജ് ഞാൻ ഇട്ടിരുന്നത്. ആൻഡ് ഓൾസോ ദിസ് ഇസ് ഫോർ ഓൾഡ് സിലബസ് പീപ്പിൾ ആൻഡ് ഫ്യൂ ജസ്റ്റ് ടു നോ ദ ഹിസ്റ്റോറിക് ടൈം പീരീഡ്, ഓൾ ദോസ് we were using that. So basically we were discussing some important 10 questions for MCQ and 6 questions on a descriptive basis and 2 problems. I hope it was an useful session for you. At least you are getting an idea about how questions would come in. ആൻഡ് ഐ വുഡ് സേ ദാറ്റ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. കാരണം ഇത് ഈ ഒരു എക്സാം പാസ്സാകുന്നതോടുകൂടി നിങ്ങൾക്ക് സൈനിങ് പവർ കിട്ടുകയാണ്, നിങ്ങളൊരു സർട്ടിഫൈഡ് കോസ്റ്റ് അക്കൗണ്ടൻ്റ് ആയി മാറുകയാണ്. പിന്നെ ഇപ്പോൾ CMAയുടെ ലോഗോ ഒക്കെ മാറ്റിയിട്ടുണ്ട്, പുതിയ ലോഗോ ഒക്കെ വെച്ച് കാറൊക്കെ ഓടിച്ച് പോവാം. സോ എനിവേ, ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് ആൻഡ് ദാറ്റ് ഈസ് ഇറ്റ് ഫ്രം മൈ സൈഡ്. താങ്ക് യു സോ മച്ച് ആൻഡ് സീ യു ഓൾ. ബൈ.